Praise the Lord. യേശുവേ നന്ദി. സന്ദേശം പറയാണ്, we are a people of resurrection. ഉദ്ധാനം ചെയ്ത കർത്താവായ യേശുവിന്റെ മക്കളാണ് നമ്മൾ. Praise the Lord. യേശുവേ നന്ദി. പൗലോസ് ജയിലിൽ കിടക്കുന്ന സമയത്താണ് ഫിലിപ്പിയർക്ക് കത്തയച്ചത്. അത് 25 പ്രാവശ്യം പൗലോസ് പറഞ്ഞ കാര്യമാണ്, റിജോയ്സ് ഇൻ ദി ലോർഡ്. നിങ്ങൾ കർത്താവിൽ ആനന്ദിക്കുക. അവിടെ കിടന്നിട്ടാണ് എഴുതിയ കത്ത്. ജയിലിൽ നിധിയും ചതയെല്ലാം കൊണ്ട് ആകപ്പാട് ഭക്ഷണം കിട്ടാൻ വിഷമിച്ചിരുന്ന സമയത്താണ് പൗലോസ് ആകപ്പാട് ആനന്ദമാണ്. പൗലോസ് പറയാണ്, നിങ്ങൾ കർത്താവിൽ ആനന്ദിക്കുക. വീണ്ടും ഞാനവിടെ പറയുന്നു, കർത്താവിൽ ആനന്ദിക്കുക. രോഗത്തിന്റെയും ദുഃഖത്തിന്റെയും സങ്കടത്തിന്റെയും എല്ലാ സമയത്ത് കർത്താവിൽ ആനന്ദിക്കാൻ കർത്താവ് നമ്മൾ അഭിഷേകം ചെയ്യുകയാണ്. പറയാം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ സമൂഹത്തിൽ പല ആളുകളും വന്നിട്ടുണ്ട്. ചിലര് ക്യാൻസർ ആണെന്ന് വിചാരിച്ച് വന്നിട്ടുള്ളവരുണ്ട്. അതിൽ മക്കൾക്ക് മാരകമായ രോഗങ്ങൾ സങ്കടപ്പെട്ട് വന്നിട്ടുള്ളവരുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളൊക്കെ നമ്മുടെ പല യുവാക്കന്മാരായിട്ടുള്ള മക്കളും വന്ന് അവരുടെ ജീവിതത്തിൽ നമ്മുടെ വിസ തടസ്സം കാരണം ആകപ്പാടെ വിഷമിച്ച് കഴിഞ്ഞ ആൾക്കാരിൽ നിന്ന് ഒരുപാട് സങ്കടത്തോടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. എല്ലാ സങ്കടങ്ങളും കണ്ണുനീരും നമ്മുടെ കർത്താവിന്റെ മക്കളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒരുപക്ഷെ നിങ്ങൾക്ക് കുറെ പേർക്ക് ഒരുപാട് ആനന്ദം കൊണ്ട് നിങ്ങൾ നന്ദി പറയാൻ വേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഒത്തിരി പേര് സങ്കടപ്പെട്ട് വന്നിട്ടുള്ളവരുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സമൂഹം ഒന്നടങ്കം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി പേരെ നമ്മുടെ മലയാളികൾ തന്നെ പലപ്പോഴും നമ്മുടെ പല വർക്ക് പെർമിറ്റ് കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരെ പറ്റിക്കുകയും ലക്ഷക്കണക്കിന് രൂപ നമുക്കറിയാം നാട്ടിൽ നിന്നൊക്കെ 5 ലക്ഷം 10 ലക്ഷം രൂപ എടുത്ത് വന്നിട്ട് ഇവിടെ നാഗപ്പാടെ സങ്കടപ്പെടുന്ന കഴിയുന്ന ഒത്തിരി പേരാണ്. നമുക്ക് അവർക്കെല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. നമുക്കൊരു നീതിബോധവും ഒക്കെ നമ്മുടെ ആളുകൾക്ക് കിട്ടാൻ വേണ്ടി ഇവിടെ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി പലതരം സങ്കടങ്ങളായിരിക്കും. എല്ലാ സങ്കടങ്ങളും കർത്താവിന്റെ മക്കളിലേക്ക് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് നമ്മുടെ കണ്ണീർ ഒപ്പുന്ന ദൈവമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടുത്തെ സാന്നിധ്യമാണ് നമ്മുടെ കണ്ണീർ ഒപ്പുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞിന് ഓട്ടിസം ആയിരിക്കാം, ഒരുപക്ഷെ കുഞ്ഞിന് ക്യാൻസർ ഉണ്ടായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ വയറിന്റെ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം എന്ന് ഡോക്ടർമാര് പറഞ്ഞ ആളായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ യുവാക്കന്മാര് അവര് വചനത്തിലേക്ക് വരുന്നില്ലായിരിക്കും. അവർക്ക് വേറൊരു പ്രത്യേക ലോകത്തിലേക്ക് പോയി കാണുമായിരിക്കും. നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, പറഞ്ഞല്ലോ, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കും കിട്ടും. നിങ്ങളുടെ നാമത്തിൽ ചോദിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നു. യേശുവേ, രോഗികളുടെ മേൽ കൈകൾ നിൽക്കണമേ കർത്താവേ. ആരോഗ്യത്തെ സുഖപ്പെടുത്തണമേ കർത്താവേ. പാപത്തിന്റെ കുഴിൽ പതിവികളെ വിടുവിക്കണമേ കർത്താവേ. അശുദ്ധ ബന്ധങ്ങളിൽ കഴിയുന്ന കെട്ടൽ അഴിയട്ടെ. ജീസസ് നെയിം. അവിഹിത വേഴ്ചയിൽ കഴിയുന്ന മക്കളുടെ മേലുള്ള അരുവികളെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു. യേശു നാമത്തിൽ ബഹിഷ്കരിക്കുന്നു. യേശുവേ, നാമത്തിൽ വലിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കുടുംബങ്ങളിലേക്ക് വ്യാപിക്കട്ടെ. സഹസ്രവാസിന്റെ മാധ്യസ്ഥം, പോലീക്കാരുടെ മാധ്യസ്ഥം നാം പ്രാർത്ഥിക്കുന്നു. സ്റ്റാൻലിന്റെ തോമസ് പോലുള്ള മാധ്യസ്ഥം, ഇംഗ്ലണ്ടിലെ രക്തസാക്ഷികളുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നു. എവിടെയായിരിക്കണമേ വിശാന്തിന്റെ പിണികളെ അറിഞ്ഞ് അത് ഉപേക്ഷിക്കാൻ കൊണ്ടുപോകണമേ കർത്താവേ. ഹല്ലേലൂയ. യേശുവേ, കരങ്ങളെ എല്ലാവരും ചേർന്ന് ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാരൂപി, സ്വർഗ്ഗത്തിന്റെ ചൈതന്യം, സ്നേഹത്തിന്റെ അഭിഷേകം, പ്രാർത്ഥനയുടെ അഭിഷേകം, ശക്തിയുടെ അഭിഷേകം അറിയാൻ വേണ്ടി എല്ലാവരും വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി, അനുഗ്രഹത്തോടെ വിളിക്കുക. പരിശുദ്ധാത്മാവേ, മദ്യപാന
രോഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ കടന്നു വരണമേ. ആത്മാവേ പൊരുത്തപ്പെടാൻ വർഷങ്ങളായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത വിവാഹ ജീവിതങ്ങളിലേക്ക് ആത്മാവേ Spirit of Jesus, Spirit of love. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയെ, പരിശുദ്ധ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, നിരന്തരം പ്രാർത്ഥിക്കണമേ. അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. അമ്മേ ഒരു വെച്ചൊന്ന് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സങ്കീർത്തനം 175 വാക്യ സങ്കീർത്തനം പറയാണ്, അങ്ങയെ സ്തുതിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ. എല്ലാവരും പറഞ്ഞത് സ്തുതി പറയുകയാണ്. ഒരുമിച്ച് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, നമ്മുടെ ചിന്ത, നമ്മുടെ അധരങ്ങൾ, ഹൃദയം എല്ലാം ഉദ്ഘാടനം ചെയ്യാൻ ഉറക്കെ പറഞ്ഞ് വിശ്വസിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ ഞങ്ങളുടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. തോബിത്തിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ തോബിത്തിന്റെ ഒരു ഗുണം പറയുന്നു. ഒന്ന് വായിക്കുക. അത് തോബിത്തിന്റെ പുസ്തകം എടുക്കാമോ? 1-ാമത്തെ അധ്യായത്തിൽ തോബിത്തിന്റെ ചില സ്വഭാവങ്ങൾ പറയണമെന്ന് വായിക്കാം. 3-ാമത്തെ വാക്യത്തിൽ തോബിത്തിന്റെ ഒരു സ്വഭാവം, തോബിത്ത് ജീവിതകാലം അത്രയും സത്യത്തിന്റെയും നീതിയുടെയും മാർഗത്തിലാണ് ചരിച്ചത്. അതാണ് ജീവിതകാലം മുഴുവൻ. ഇപ്പൊ നിങ്ങൾ ചില എനിക്കറിയാം, കല്യാണത്തിന് പോലും അശുദ്ധ ഭാവം പോലും ചെയ്യാൻ അനേകം കാര്യങ്ങൾ ഇഷ്ടംപോലെ അവസരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആൾക്കാരെ എനിക്കറിയാം. അതുപോലെ തന്നെ ഒരു തുള്ളി പോലും മദ്യം പോലും കഴിക്കാൻ അത്രയും ട്രൈ ചെയ്യാൻ ഒരുപാട് വിശുദ്ധി ജീവിക്കാൻ വേണ്ടി പരിശ്രമിച്ച ആൾക്കാരൊക്കെ കൊടുത്ത് ഇഷ്ടംപോലെ ഉണ്ട്. വീണ്ടും അതിന്റെ 7-ാമത്തെ വാക്യം ഉള്ള സമ്പത്തൊക്കെ എങ്ങനെയാണ് ലോകത്തിൽ പിന്നെ വിനയം ചെയ്യുന്നതെന്ന് വായിക്കാം. 7-ാമത്തെ വാക്യം വായിച്ചേ. അതായത് 3 തരം ദശാംശം കൊടുക്കുകയാണ്. ഒന്ന്, ഉൽപ്പന്നങ്ങളുടെ എല്ലാം ദശാംശം കൊടുക്കും. 2, ഉൽപ്പന്നമെല്ലാം ദശാംശം ജെറുസലേമിൽ ശുശ്രൂഷ ചെയ്യുന്ന ലേവി പുത്രന്മാർക്ക് നൽകിപ്പോകും. 2-ാമത്തെ ദശാംശം, മറ്റൊരു ദശാംശം വിറ്റ് കിട്ടുന്നത് എല്ലാ കൊല്ലവും ഞാൻ ജെറുസലേമിൽ കൊണ്ടുപോയി ചെലവഴിക്കുമായിരുന്നു. 3-ാമത്തെ ദശാംശം എൻ്റെ പിതാമഹിയായ ദെബോറ നിർദ്ദേശിച്ചനുസരിച്ച് എനിക്ക് കടപ്പാടുള്ളവർക്ക് നൽകി പോകുന്നു. എനിക്കിങ്ങനെ 3 ദശാംശം പറഞ്ഞാൽ 10-ൽ 3 പല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. അത്രയും ഉദാരമതിയായിരുന്നു ആ ജോബ്. നിങ്ങൾ ചിലരങ്ങനെ ചെയ്യുന്നവർ എനിക്കറിയാം. പാവപ്പെട്ട കുട്ടികളെ ദത്തെടുത്ത് പഠിപ്പിക്കുന്നു, അതല്ലെങ്കിൽ പള്ളി പണിയാനൊക്കെയാണെങ്കിൽ പിന്നെ ലക്ഷക്കണക്കിന് രൂപ ഉദാരമായിട്ട് കൊടുക്കുന്നു. ധ്യാനകേന്ദ്രങ്ങൾ ആത്മീയചിത്രം വളരാൻ വേണ്ടി നിങ്ങൾ ഉദാരമായിട്ട് കൊടുക്കുന്നു. അതുപോലെ നമ്മുടെ പല കസിൻസും പല ബന്ധുക്കാരും ഒത്തിരി ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആൾക്കാർക്ക് ഉദാരമായി കൊടുക്കുന്നു. തോപ്പിത്തൊക്കെ ചെയ്തതുപോലെ തന്നെ ചെയ്യുന്ന അനേകം ആളുകളെ എനിക്കറിയാം. നിങ്ങൾ പലരും അങ്ങനെയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും 10-ാമത്തെ വാക്യം എന്താണ്? തടവുകാരനായി നിലവിലെത്തി. നോക്കിയേ, ഇങ്ങനെയൊക്കെ നീതിപൂർവമായിട്ട് ജീവിച്ചിട്ട് പോലും he became captive. അദ്ദേഹം തടവിലായി, കാരാഗൃഹത്തിലായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊരു കാര്യം. 2-ാമത്തെ കാര്യം എന്താണ്? 2-ാമത്തെ കാര്യം ഇതാണ്, അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയാണ്. അത് 1-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ എല്ലാം കൊടുത്തു. 2-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ അത് പ്രത്യേകം കൊടുത്തിട്ടുണ്ടെന്ന് വായിക്കാം. എന്റെ പുറകിൽ മതിലിന്മേൽ കുരുവികൾ ഇരിക്കുന്നുണ്ടായിരുന്നു, അത് ഞാൻ അറിഞ്ഞില്ല. അന്ന് രാത്രി കുരുവികളുടെ ചുടുകാഷ്ടം 2 കണ്ണുകളിലും വീണ് വെളുത്ത പടലങ്ങൾ ഉണ്ടായി. പല വൈദ്യന്മാരെ സമീപിച്ചെങ്കിലും ആർക്കും സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. പല ഡോക്ടർമാരെ അടുത്ത് പോയെങ്കിലും സുഖപ്പെടുത്താൻ പറ്റിയില്ല. അത് മാത്രമല്ല, കണ്ണിന്റെ കാഴ്ച കംപ്ലീറ്റ് ആയിട്ട് പോയി. 11-ാമത്തെ വാക്യം, ഉപജീവനത്തിന് വേണ്ടി എന്റെ ഭാര്യ അന്ന സ്ത്രീകൾക്ക് വശമായി തൊഴിൽ ചെയ്തു.
എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും അങ്ങോട്ട് സങ്കടങ്ങളും, സാമ്പത്തികമായിട്ട് പരാജയം, പലതരത്തിൽ ശാരീരികമായിട്ട് രോഗങ്ങൾ, ഇതെല്ലാം തോബിത്തിനെ പിടികൂടുകയാണ്. ഇപ്പൊ ചില കുടുംബങ്ങളിൽ അങ്ങനെ നമ്മളത് കാണുന്നുണ്ട്. അപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണെന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് കർത്താവ് ഈ ഒരു വചനഭാഗം കാണിച്ചത്. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് വായിച്ചു കഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഓർപ്പെടുത്തരായിരുന്നു. അപ്പൊ നിങ്ങളുടെയൊക്കെ ചിലരുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി നീതിപൂർവമായിട്ട് ജീവിച്ചിട്ട് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ള ചോദ്യത്തിന് ഉത്തരവാണ് തോന്നിട്ട്. അത്രയും നിഷ്ഠയോടെ ജീവിച്ചു, ഒരു കളത്തിലും പോലും കാണിച്ചില്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ദൈവമേ പണ്ടൊക്കെ എന്നോട് നഴ്സിംഗ് പഠിക്കുന്ന ഇഷ്ടംപോലെ തോന്നിയാസം പൂക്കത്തരം കാണിച്ചത് അവരിപ്പോൾ വലിയ വലിയ നിലയിൽ, നമ്മളിവിടെ ഒരു പാപം പോലും ചെയ്യാതെ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് പറഞ്ഞ ധ്യാനം കൂടി ഉപസാരിച്ച് നല്ല വിശുദ്ധിയോടുകൂടി ജീവിച്ച് നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രതിഫലം ദൈവമാണ് കൊടുക്കുന്നത്, പ്രതിഫലം ദൈവമാണ് തീരുമാനിക്കുന്നത്. പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. 3-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ഇങ്ങനെ ഒരു വലിയൊരു സങ്കടത്തിൽ കഴിഞ്ഞ തോബിത്ത് എന്താണ് ചെയ്തത്? തോബിത്തിന്റെ ജീവിതത്തിൽ മനസ്സിലായി, ആ തോബിത്തിന്റെ സാമ്പത്തികമായിട്ട് പൊട്ടിപ്പോയി, പിന്നെ സ്വന്തം ദേശം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോയി അവിടെ തടവറയിലായി. അതോടൊപ്പം തന്നെ ഒരു നന്മ ചെയ്യാൻ വേണ്ടി പോയതാണ്. അന്നത്തെ നമുക്കറിയാം, പിന്നെ സംസ്കാര ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടാണ് യഹൂദന്മാർക്ക്. നമുക്ക് പ്രധാനപ്പെട്ടാണ് അല്ലേ, നമുക്ക് വളരെ പ്രധാനപ്പെട്ടാണ് സംസ്കാര ശുശ്രൂഷ. ഇംഗ്ലീഷുകാർക്ക് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മൾ സ്വന്തമായിട്ട് കരുതി ഒരുപാട് ഡെഡ് ബോഡിയുടെ ഒരുപാട് ബഹുമാനമുള്ള ഒരു കൂട്ടരാണ് നമ്മൾ. അങ്ങനെ ഒരു ഡെഡ് ബോഡി കിടക്കണമെന്ന് കണ്ടാൽ അത് അടക്കാൻ വേണ്ടി പോയതാണ്. ഭക്ഷണം ചിന്തിച്ചു, തോബിത്ത് ഭക്ഷണം കഴിച്ച് സപ്പർ എടുത്തു വെച്ച് രാവിലെ വന്ന് കഴിക്കാതെ ഫാസ്റ്റിംഗ് ആയിരുന്നോണം. അന്ന് വൈകുന്നേരത്തെ കുറച്ച് ചോറ് കറിയുടെ എടുത്തു വെച്ച് കഴിക്കാനായിട്ട് വായിലേക്ക് ഉരുള വെക്കുമ്പോഴാണ് ആരാണ്ട് വന്ന് പറഞ്ഞത്, ഒരാൾ നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചു കിടക്കുന്നു. ആ ചോറ് വായിലേക്ക് വെക്കാതെ അദ്ദേഹം അവിടെ വെച്ച് ഓടിപ്പോയി അദ്ദേഹം മരിച്ചവരെ സംസ്കരിക്കുകയാണ്. സംസ്കരിച്ചിട്ട് ഇവനെ വീട്ടിൽ കാണാൻ പറ്റുന്ന നിയമം അനുസരിച്ച്, അവിടുത്തെ യഹൂദ നിയമം അനുസരിച്ചിട്ട് ഇവനെ കുളിക്കണം, ശുദ്ധീകരണ ഇറങ്ങണം. അങ്ങനെ അദ്ദേഹം വീടിന്റെ വെളിയിൽ കിടക്കുന്ന സമയത്ത് 2 കണ്ണിലും ഈ ചുടുകാട്ടിൽ 2 കണ്ണും അന്ധമായി പോയി. നിങ്ങൾ ചിന്തിച്ചു, ഇത്രയും നന്മ ചെയ്ത ഈ വ്യക്തിക്കാണ് ഉണ്ടായത്. ഇത്രയും നന്മ, ഇത്രയും ഉപകാരം, ഇത്രയും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ സ്ഥലത്ത് ഇതൊരു വ്യക്തികളെ ഇങ്ങനെ ഉണ്ടാകുന്നത്? ഒരു പക്ഷെ നമുക്ക് ചിന്ത കാണുമായിരിക്കും പ്രിയപ്പെട്ടവരെ. പക്ഷേ ഇവിടെ തിരിച്ചറിയണം, ഒരു പാഠമാകാൻ വേണ്ടിയാണ് അതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ബൈബിളിൽ. തോബിത്ത് എങ്ങനെയൊക്കെയാണ് അതിനെ അതിജീവിച്ചത്. 3-ാമത്തെ വാക്യം. ഞാൻ ദുഃഖഭാരത്തോടെ ഹൃദയഗതയോടെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഉത്തരം ഞാൻ നൽകുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു തകർച്ചയിലാണ് നമ്മളെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് തോബിത്ത് ചെയ്തതുപോലെയാണ്. ദുഃഖഭാരത്തോടെ കരഞ്ഞ് പ്രാർത്ഥിക്കണം, കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. ഈശോ വലിയൊരു പ്രോമിസ് നൽകിയിട്ടുണ്ട്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ഈശോ വലിയൊരു പ്രോമിസാണ്. വിലപിക്കുന്നവർ, blessed are those who mourn, they will be comforted. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും എന്നാണ് ഈശോ പറഞ്ഞേക്കുന്നത്. ആശ്വസിപ്പിക്കപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുഃഖഭാരത്തോടെ കരഞ്ഞു, ഹൃദയഗതിയോടെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ തോബിത്തിന്റെ പ്രാർത്ഥന ഒരു മേഖല എങ്ങനെയാണ്? ദൈവത്തെ തോബിത്ത് വിളിക്കുന്നത് എങ്ങനെയാണ്? ദുഷ്ട, നീച, ഇങ്ങനെ ഉപകാരം എന്നോട് ഇങ്ങനെയാണ് പെരുമാറുന്നതാണ് തോബിത്ത് വിളിക്കുന്നത് അല്ല. നമുക്ക് ചിലപ്പോൾ സങ്കടം വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോകും, ഇതിന് കണ്ണൊന്നും ഇല്ലാന്ന് തോന്നുന്നത്. നമുക്ക് ദേഷ്യം വരുമ്പോഴൊക്കെ പറഞ്ഞേക്കാം. നോക്കിയേ, അടുത്ത വചനം എങ്ങനെയാണ്? കർത്താവേ, അങ്ങ് നീതിമാനാണ്. നീതിമാൻ എന്ന് പറഞ്ഞാൽ അവനവന് അർഹിക്കുന്നത് കൊടുക്കുന്നതിനാണ് നീതി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അർഹതയുള്ളത്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ജോസഫിനെ കുറിച്ച് പറഞ്ഞത് ജോസഫ് നീതിമാനായിരുന്നു. ദൈവം നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യത്തെ ഏൽപ്പിക്കുകയാണ്. ഒരുപക്ഷെ കുഞ്ഞിന് രോഗമായിരിക്കാം, ഒരുപക്ഷെ ചില പ്രത്യേക ഒരു ഭാരമായിരിക്കും. മറ്റൊരിറ്റീസ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ വിളിക്കുകയാണ്. അവിടെ നീതിമാനാണ്. നീതിമാനായ ദൈവമേ, അങ്ങയുടെ നീതിമാനാണെന്ന് ചിന്തിച്ചു നോക്കണം. ഇത്രയും ഉപകാരം, ഇത്രയും നന്മ ചെയ്ത ആൾക്ക് ഇത് കൊടുക്കുന്നതാണ് ദൈവത്തിന്റെ നീതി എന്നാണ് തോബിത്ത് പറയുന്നത്. നീതിമാനായ ദൈവമേ, അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയുടെ മാർഗങ്ങളും കാരുണ്യവും സത്യവും നിറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന രോഗങ്ങൾ, ഇങ്ങനെയുള്ള പീഡകളല്ല എന്താന്ന് പറയുന്നത് തോബിത്ത്? അത് കാരുണ്യമാണെന്ന് പറയുന്നത്, അത് സത്യമാണെന്ന് പറയുന്നത്. ഇതെല്ലാം സത്യമായ, നീതിപൂർവമായ, കാരുണ്യപൂർവമായ ഇതിന്റെ വിധിയാണ്. പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. അങ്ങയുടെ വിധി എന്നും സത്യവും നീതി ഇഷ്ടമാണ്. 3-ാമത്തെ വാക്യം വായിച്ചേ, ഒരുമിച്ച് വായിച്ചേ. അപ്പം അതൊരു പ്രാർത്ഥന രീതിയാണ്, മനോഹരമായ ഒരു പ്രാർത്ഥന രീതിയാണ്.
ശരിയാണ് നമ്മുടെ പൂർവികർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക എന്നുള്ളത്. കർത്താവേ, ഞാനും എന്റെ പൂർവികരും ചെയ്തു പോയ അറിഞ്ഞും അറിയാതെ ചെയ്ത അപരാധമെല്ലാം ക്ഷമിക്കണമേ. ഇത് ചിലപ്പോൾ ചില കുടുംബങ്ങളിൽ ചില പ്രത്യേക തടസ്സങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അത് ചില പ്രത്യേക തടസ്സങ്ങളാണ് കുടുംബത്തിൽ വരും. അത് നമ്മൾ ചെയ്താണെന്നില്ല, ഇപ്പൊ ചിലപ്പോൾ അങ്ങനെ വരും. അപ്പൊ അതുകൊണ്ടാണ് കരുണയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. ഇവിടെ തോബിത്ത് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. നമുക്ക് ഉദാഹരണത്തിന് ഓണക്കുളച്ചൻ എന്ന് പറയുന്ന അച്ഛന് ഒരിക്കൽ അദ്ദേഹം കുമ്പസാരക്കൂട്ടിൽ കേട്ട ഒരു കാര്യം പറയാൻ പറ്റാത്തത് കൊണ്ട് പറഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തെ കൊലപാതകയായിട്ട് ചിത്രീകരിച്ച് അദ്ദേഹത്തിന് ജയിലിലടച്ച് മാരകമായ തരത്തിൽ അദ്ദേഹം ഉപദ്രവിച്ച് അദ്ദേഹത്തെ ഇങ്ങനെ ആക്കി കളഞ്ഞു. എങ്കിലും ലോകം മുമ്പിൽ അദ്ദേഹം പാപിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മരണത്തിന് തൊട്ടുമുമ്പാണ് ശരിക്കും പാപം ചെയ്ത ആളുടെ ഭാര്യയും മക്കളും കൂടെ വന്ന് അച്ഛനോട് സോറി പറയുകയും പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പറയുകയും ചെയ്തു. കാരണം എന്താ? അവർക്കുണ്ടായിട്ടുള്ള മക്കൾക്കും മക്കൾക്ക് പലർക്കും മാനസികമായ രോഗങ്ങൾ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായി എന്തോ ഒരു തിന്മ കുടുംബത്തിലുണ്ടല്ലോ. അപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു അച്ഛന്റെ കണ്ണീര് കിടക്കാണ്. അപ്പൊ അവരുടെ മക്കൾ എന്ത് കഴിച്ചു. പക്ഷെ ചിലപ്പോൾ അങ്ങനെ ചിലപ്പോൾ നീതിപൂർവ്വമാണ് ചിലപ്പോൾ ദൈവം അങ്ങനെ ചെയ്യും. അവർ ഉടനെ മനസ്സിലായി, അവർ അച്ഛനത്ത് വന്ന് ക്ഷമ പറഞ്ഞു, അവർ രമ്യതപ്പെട്ടു, അവരുടെ പരിഹാരം ചെയ്യാൻ തുടങ്ങി, വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി. പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ തോബിത്തിന്റെ പ്രാർത്ഥനയാണ്, ദൈവമേ, എന്റെയും എന്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്കും ഞാൻ അറിയാതെ ചെയ്ത അപരാധങ്ങൾക്കും അങ്ങ് ശിക്ഷ നൽകരുതേ. അങ്ങനെ പിന്നെ തോബിത്ത് കുറച്ച് ചില പ്രാർത്ഥന എല്ലാം പറഞ്ഞ് ദൈവസന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥന ഞാൻ പറയണില്ല. ഇങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ തോബിത്ത് പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ച കാര്യം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തോബിത്തിന്റെ പ്രാർത്ഥന 3-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിന്റെ മഹനീയ സന്നിധിയിലെത്തി. ഇരുവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോബിത്ത് ഒരു ഭാഗത്ത് പ്രാർത്ഥിക്കുന്നു, വേറൊരു ഭാഗത്ത് സാറ എന്ന് പറയുന്ന പെൺകുട്ടി അവളെ കല്യാണം കഴിക്കുന്ന ഓരോ ചെറുപ്പക്കാരെയും രാത്രിയിൽ അസ്മാദേവസ് ഒന്ന് പിടിച്ച് കൊന്നുകളയാണ്, ഒരു ദുഷ്ടഭൂതം. അവിടെ അവസാനം വിചാരിച്ചു ഇനി ജീവിക്കണ്ട. ബൈബിൾ പറയുന്ന 10-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഇതെല്ലാം കേട്ടുണ്ടായ ദുഃഖത്തിന്റെ ആധിക്യം നിമിത്തം തൂങ്ങി മരിച്ചു കളയാമെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. എങ്കിലും അവൾ പുനർവിചിന്തനം ചെയ്തു, ഞാൻ പിതാവിന്റെ ഏക മകളാണ്, ഞാൻ ഇങ്ങനെ ചെയ്താൽ അവളുടെ അപമാനമായിരിക്കും. ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നി മരിക്കണം ചാവണമെന്ന് ചിലപ്പോൾ തോന്നി നിങ്ങൾ ചിന്തിക്കുന്നില്ല, പിള്ളേർക്ക് അപമാനമായിരിക്കും, അല്ലെങ്കിൽ നാട്ടിൽ അപ്പനും അമ്മയ്ക്കും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറച്ച് സാറ പഴയ നിയമത്തിലെ സാറ അങ്ങനെ ചിന്തിക്കുകയാണ്. അവിടെ ചത്തേക്കാന്ന് വിചാരിക്കുന്നത് അവളെല്ലാം കൂടെ ഇവളും കർത്താവിന്റെ അടുത്ത് നിലവിളിച്ച് അവൾ പ്രാർത്ഥിച്ചു. രണ്ടുപേരുടെയും നിലവിളി ഒരേ സമയത്ത് കർത്താവ് അങ്ങോട്ട് കേട്ടു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, അവർ പറഞ്ഞ ഹല്ലേലൂയ. അവർക്കുള്ള ഒരു 2-ാം ശനിയാഴ്ച സാക്ഷ്യം പറയാൻ വേണ്ടി സഹോദരി കുടുംബം വന്നു. 9 വർഷമായിട്ട് അവർക്ക് മക്കളുണ്ടായിരുന്നില്ല, മക്കളെ നൽകി. 10-12 വർഷം അവളുടെ ചേർത്തിക്ക് മക്കളുണ്ടായിരുന്നില്ല, അവർക്ക് മക്കളെ നൽകി. 2 കുടുംബത്തിന് മക്കളെ നൽകിയ ചില സമയത്ത് ദൈവം ചെയ്യും, 2 പേരുടെയും പ്രാർത്ഥന ഒരുമിച്ച് അങ്ങ് കേൾക്കും. പല രീതിയിലാണ് ദൈവത്തിന്റെ ഇടപെടലുകൾ. അവിടെ പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. വീണ്ടും പറയാണ് 3-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം: അവർ ഇരുവരുക്കും ഉപശാന്തി നൽകാൻ തോബിത്തിന്റെ കണ്ണുകളിലെ വെളുത്ത പടലം നീക്കാനും റഹൂവേലിന്റെ പുത്രി സാറായ തോബിത്തിന്റെ പുത്രൻ തോബിയാസിന് വധുവായി നൽകാനും അടുത്ത ഭാഗമാണ് പ്രധാനപ്പെട്ടത്. അസ്മാദേവൂസ് എന്ന ദുഷ്ടഭൂതത്തെ ബന്ധിക്കാനും റഫായേൽ നിയുക്തനാക്കി. അസ്മാദേവൂസ് ദുഷ്ടഭൂതം. ചില കുടുംബങ്ങളിൽ ചില വ്യക്തികളിൽ നമുക്ക് കാണാറുണ്ട്, ചില പ്രത്യേക തരത്തിലുള്ള തിന്മയുടെ ശക്തികൾ ആ കുടുംബത്തെ നശിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുഃഖഭാരത്തോടെ കരയണം, ദൈവസന്നിധി നിലവിളിക്കണം. ഡെലിവറൻസ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മുടെ കുർബാനയിൽ സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രാർത്ഥന നമ്മൾ ചൊല്ലും. കുർബാനയിൽ തൊട്ടു പോകും, മലയാളം കുർബാന, കുർബാന. അതിനുശേഷം അച്ഛൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ആ കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, ആ കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. പിന്നെ എങ്ങനെയാ? അദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും വേണം. ഇപ്പൊ തോബിത്ത് ഇവിടെ ഡെലിവറൻസ് ചൊല്ലാണ്. തോബിത്തിന് മുഴുവൻ അറിയത്തില്ലായിരുന്നു. പക്ഷെ കഷ്ടത ഞെരുക്കം വന്നപ്പോൾ തോബിത്ത് ദുഃഖഭാരത്തോടെ നിലവിളിച്ച് കരഞ്ഞങ്ങനെ പ്രാർത്ഥിച്ചു. കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ സന്നിധിക്ക് പ്രാർത്ഥന എത്തി. ദൈവം തന്നെ തന്റെ ഒരു ദൂതനെ അയക്കുകയാണ്. കാരണം അസ്മാദേവസ് എന്ന് പറയുന്ന ദുഷ്ടഭൂതം അവരുടെ കുടുംബത്തെ ഉപദ്രവിക്കുകയാണ്. നമുക്കറിയത്തില്ല ഏത് ദുഷ്ടഭൂതമാണ് നമ്മുടെ കുടുംബത്തെ ഉപദ്രവിക്കുന്നതെന്ന്. ചിലപ്പോ ചില കുടുംബങ്ങളിൽ ചിലതരം തിന്മകളുടെ ആത്മാക്കള് നമ്മളെ കൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മളിനി നാട്ടിൽ ചെല്ലുമ്പം അവിടെ പോയിട്ട് ആഴത്ത് പോയി തുന്നിക്കണം എന്നല്ല, അങ്ങനെ ചിന്തിച്ചല്ല ഞാൻ. അതിലല്ല,
നിങ്ങൾ സിമ്പിൾ കാര്യമാണ്. തോബിത്ത് ചെയ്തെന്താ? തോബിത്ത് നിലവിളിച്ചു, കരഞ്ഞു, ദൈവത്തോട് ദുഃഖഭാരത്തോടെ, ദൈവത്തെ കുറ്റപ്പെടുത്താതെ, ദൈവത്തെ നീതിമാനാണെന്നും ദൈവം നീതിപൂർവമായിട്ട് ചെയ്യുമെന്നെല്ലാം പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, അവർക്ക് സന്തോഷമായി ഹല്ലേലൂയ, യേശുവേ നന്ദി. തുടർന്ന് തോബിത്തിന് ഉപശാന്തി നൽകാൻ, സാറായി തോബിത്തിന് മകൻ തോബിയാസിന് നൽകാൻ വേണ്ടി ദൈവം റാഫേൽമാരാകെ റാഫേൽ കടന്നു വരികയാണ്. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു ദൂതൻ കടന്നു വരണമെങ്കിൽ നിങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കണം, കരഞ്ഞ് പ്രാർത്ഥിക്കണം, കണ്ണീരോടെ തോബിത്ത് ദുഃഖഭാരത്തോടെ പ്രാർത്ഥിക്കണം. ഒരു ദൈവത്തെ കുറിച്ച് സംശയങ്ങളും ദൈവത്തോട് ദേഷ്യമൊക്കെ വന്നേക്കാം. എങ്കിലും ഓർക്കണം, തോബിത്തിന്റെ ജീവിതത്തിൽ അത്രയും കഷ്ടമാണ് നമുക്ക് ഏതായാലും. തോബിത്ത് ജയിലിലാണ്, ഭാര്യ കൂലിപ്പണിക്ക് പോകുന്നു. ചിന്തിച്ചു നോക്കിയേ, ഭാര്യ കൂലിപ്പണിക്ക് പോകുന്നു. പണ്ട് ഇഷ്ടമാണ് റിച്ചായിരുന്നു. ഇപ്പൊ കണ്ണുകൾക്ക് കാഴ്ചയൊക്കെ കണ്ടു അന്ധമായി. ഡോക്ടർമാര് പറഞ്ഞു കാഴ്ച തിരിച്ചു കിട്ടുകയില്ല. ഇങ്ങനെ എല്ലാ തരത്തിലും തകർക്കപ്പെട്ടപ്പോഴും നിരാശപ്പെടാതെ തോബിത്ത് ഹൃദയഭാരത്തോടെ ദുഃഖത്തോടെ കർത്താവിനെടുത്ത് കരഞ്ഞു. ഹോശിയ 7:14 വേറൊരു വചനമുണ്ട്. ദൈവത്തിന്റെ ഒരു കണ്ണീര് ദൈവം പറയുന്നത് എങ്ങനെയാണ്? ഹൃദയം നൊന്ത് എന്നെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് പകരം അവർ കിടക്കയിൽ വീണ് നിലവിളിക്കുകയാണ്. ധാന്യത്തിന് പിന്നിൽ വേണ്ടി മുറവിളിക്കുകയാണ്. കിടക്കയിൽ വീണ് പിന്നെ തലയുടെ മുഖമൊന്നിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. കരയുമ്പോൾ ദൈവത്തെ നോക്കി കരയണം. അതുകൊണ്ട് ബൈബിൾ പറയാണ്, അവർ എന്നെ വിളിച്ച് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് പകരം അവർ ഇങ്ങനെയൊക്കെ ചെയ്യാം. അവിടെ കാര്യമില്ല, ദൈവത്തെ വിളിച്ചാണ് കരഞ്ഞ് പ്രാർത്ഥിക്കുക. അസ്മാദേവസായിരിക്കാം, എന്തൊരു തിന്മയായിരിക്കാം, ദൈവം തന്റെ മാലാഖയായിരിക്കും. പരിശുദ്ധ പറയായിരുന്നു, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുടെ അടുത്തേക്കാണ് മാലാഖ വരുന്നത്. കരഞ്ഞ് പ്രാർത്ഥിക്കണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം പഴയ നിയമത്തിൽ നമുക്ക് ബാക്കി സംഭവത്തെ കാര്യം ഞാൻ പറയണില്ല. ഇതുപോലെ തുടർന്ന് റഫായൽമാരാകാൻ വരുന്നു, തിന്മകളിൽ ആട്ടിയടക്കുന്നു, എല്ലാം വലിയൊരു ഡെലിവറൻസ് ഉണ്ടായി അസ്മാദേവസിനെ ബന്ധിക്കുന്നു, തിന്മകളെല്ലാം വിട്ടുപോകും നമുക്കറിയാം. ഞാൻ ഭാഗം പറയുന്നില്ല. പക്ഷെ കണ്ണീരോടെ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ സംഭവിച്ച കാര്യമാണ് ഒരു ദൂതന ദൈവം അയച്ചു, ഒരു വലിയ ഡെലിവറൻസ് ഉണ്ടായി. പഴയ നിയമത്തിലെ വേറൊരു സ്ത്രീയാണ് ഹന്ന. ഹന്നയുടെ കാര്യം നമുക്കറിയാം. ഹന്നയെ കുറിച്ച് പറയുന്നതിനാണ്, അവൾ ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. മക്കളില്ലാത്ത സങ്കടമായിരുന്നു ഹന്നയ്ക്ക് ഉണ്ടായിരുന്നത്. ഹന്ന അവള് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ച കാര്യം ഒന്ന്, അവൾ തന്നെ അവിടെ വികാരിച്ച് അത് ഇഷ്ടപ്പെട്ടില്ല. അച്ഛൻ വഴക്കുണ്ടാക്കി. അച്ഛൻ പറഞ്ഞു, നീ കള്ളു കുടിച്ചോ, മദ്യപിച്ചിട്ടാണ് കരയുന്നത് ചോദിച്ചു. ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ ചില ഭാര്യമാരുടെ കണ്ണീര് ഭർത്താവിനും കൂടെ മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ചില ഭർത്താക്കന്മാരുടെ കണ്ണീരുടെ പ്രാർത്ഥന ഭാര്യമാർക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ചില കുട്ടികളുടെ പ്രാർത്ഥന പാരന്റ്സിന് മനസ്സിലാവുന്നില്ല. അത് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. യുകെയില് അങ്ങനത്തെ ഉണ്ട്. പിള്ളേരെ കണ്ണീരൊഴുകി പ്രാർത്ഥിക്കുന്നത് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കാര്യമുണ്ട്. അവരെ കരയാൻ അവരുടെ കാര്യങ്ങൾ കാണുമായിരിക്കും, അല്ലെങ്കിൽ നമുക്കറിയാൻ നമുക്ക് കാര്യങ്ങൾ കാണും. ആത്മീയമായിട്ടുള്ള ചില ദാരിദ്ര്യം കാണും. ആരാ ശരിക്കും കരയുന്നത്? ഈശോ പറയാണ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. അടുത്ത വാക്യം മത്തായി 5:3 ഞാൻ പറഞ്ഞത്. മത്തായി 5:3 പറയാണ്, blessed are the poor in the spirit, for the kingdom of God is theirs. The next വചനം പറയുന്നത് എങ്ങനെയാണ്? വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവരുടെ. ഇത് രണ്ട് കണക്ഷനാണ്. നമ്മുടെ ആത്മാവിൽ ദാരിദ്ര്യം ഉണ്ടെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ കരയണത്. എന്ന് പറഞ്ഞാൽ എന്റെ ആത്മാവിൽ എനിക്ക് ദാരിദ്ര്യമുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ദൈവം നൽകിയ കൃപയുടെ അതനുസരിച്ച് പ്രത്യുത്തരം പറ്റുന്നില്ല എന്ന് ഓർത്ത് ആത്മാവിൽ ദാരിദ്ര്യമാണെന്നോ ഓർക്കുക വ്യക്തി എന്ത് ചെയ്യും? അയാൾ കരയും. അങ്ങനെ കരയുന്നവർക്ക് എന്ത് കിട്ടും? ഈശോ പറയാണ്, അവരെ ആശ്വസിപ്പിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം മട്ടാലിസിനെ വിളിച്ച് മറ്റൊരു അച്ഛനല്ല, ഞാൻ കാനഡയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ടൊറോണ്ടോയിൽ ധ്യാനത്തിന് കഴിഞ്ഞ മാസം ഞാൻ അച്ഛൻ്റെ കൂടെയായിരുന്നു. വലിയ അനുഗ്രഹമായിരുന്നു. ടൊറോണ്ടോയില് ഇതുപോലെ ഒരു ബോർഡ് വാടകയ്ക്ക് എടുത്ത് ഇതുപോലെ മലയാളികൾ 3 ദിവസം, ഒരു സ്ഥലം 3 days അവിടെ നിറഞ്ഞ് ഇരിക്കാൻ പറ്റുന്ന സ്ഥലമില്ലാതെ കുട്ടികൾക്കും ഞാൻ കുഞ്ഞുങ്ങൾക്ക് യൂത്തിനെ ധ്യാനിപ്പിക്കാനാണ് ഞാൻ അവിടെ നിന്നത്. എങ്കിലും ഇടയ്ക്ക് മുതിർന്നവർക്കൊരു ക്ലാസ് കൊടുത്തു. അപ്പോൾ അച്ഛനോട് പറയായിരുന്നു, എല്ലാ തിങ്കളാഴ്ചയും അച്ഛൻ സാധിക്കുന്ന എല്ലാ തിങ്കളാഴ്ചയും അച്ഛൻ്റെ വിലാപത്തിന് ദിവസമാണ്. ഞാൻ ബുധനാഴ്ച വിലപിക്കുന്നത്. അച്ഛൻ പറഞ്ഞു, ആ ദിവസമാണ് ഞാൻ എൻ്റെ പാപം, അച്ഛൻ്റെ പാപം അച്ഛൻ കരയണ ദിവസമാണ്. അതോടൊപ്പം മറ്റുള്ളവരുടെ പാപങ്ങളോട് വിലപിച്ച് പ്രാർത്ഥിക്കും, കണ്ണീരോടെ കരഞ്ഞ് പ്രാർത്ഥിക്കും. ആത്മാവിൽ ദരിദ്രരായവരാണ് ഭാഗ്യം, അവരെ
എന്ത് ചെയ്യുന്നു? അവർ തുറന്ന് വിലപിക്കും. അവർ വിലപിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് ഈശോ ആശ്വാസം നൽകും. തന്റെ പരിശുദ്ധാത്മാവിനെ ആശ്വാസം നൽകും, തന്റെ ദൂതന്മാരെ ആശ്വാസം നൽകും. അപ്പൊ നമ്മുടെ ആത്മാവിന്റെ അവസ്ഥ ദൈവമേ, I need you, I need your grace എന്ന ചിന്തയോടുകൂടി ചെയ്യുമ്പോഴാണ് ആ സംഭവിക്കുന്നത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ചില യുവതിമാർമാര് വചനം കേട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടി അവരുടെ ആത്മാവിന്റെ അവസ്ഥ മനസ്സിലാക്കുമ്പോൾ പൊട്ടിക്കറിയും. കുമ്പസാരം കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല വിശദമായ കുമ്പസാരം എന്ന് പറയാം. ചില യുവതിമാർമാരുടെ കുമ്പസാരം പാപം അങ്ങനെ വന്നിട്ടില്ലെങ്കിലും ചെറിയ പാപമാണ് ഈശോയെ വേദനിപ്പിച്ചല്ലോ എന്ന് ഓർത്ത് ഏകറിയാം. അപ്പൊ ഞാൻ ആദ്യം കൊല്ലം ഞാൻ ഇതൊന്നും ഞാൻ അറിയുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി, എനിക്ക് ആത്മാവ് ദാരിദ്ര്യം കിട്ടിയിട്ടില്ല, ഇതിന് ആത്മാവ് ദാരിദ്ര്യം കിട്ടി, അതുകൊണ്ടാണ് വിലപിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഞാൻ ആത്മാവ് സമ്പന്ന വിചാരിച്ചിരുന്നത്. സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം. അത് ആത്മാവിൽ സമ്പന്നരായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വാക്കുകൾ മെറ്റീരിയൽ പ്രോസ്പെരിറ്റി ആയിരിക്കാം. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഞാനാണ് ഇംഗ്ലീഷുകാരെക്കാളൊക്കെ മെച്ചമാണ്, ഞാൻ വലിയ പാപത്തിൽ ഉപയോഗിക്കേണ്ടത്, ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു, ഞാൻ കള്ളൊടിക്കാൻ പോകുന്നില്ല, അങ്ങനെ വിചാരിച്ചാൽ നമ്മൾ ആത്മാവ് സമ്പന്നനായി. സ്വർഗരാജ്യം നിനക്കുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈശോ നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും ദേശീയരോടെ പോകുന്ന പറഞ്ഞേ സ്വർഗത്തിൽ പോകും. സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം, ആത്മാവിൽ സമ്പന്നതയായിരിക്കും. പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ടാണ് അസിസി പുണ്യാളൻ പറഞ്ഞത്. ഒരിക്കൽ അസിസി പുണ്യാളൻ അദ്ദേഹം ഒരു ആത്മീയ ശുശ്രൂഷ ചെയ്തു. വലിയ അഭിഷേകം, വലിയ ശക്തി. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ അസിസി പുണ്യാളൻ ശുശ്രൂഷ അദ്ദേഹം ഇടയ്ക്കൊക്കെ ചെയ്യുള്ളൂ. ഇതുപോലെ എല്ലാ മാസവും കൊടുക്കത്തില്ല ശുശ്രൂഷ. ഒരിക്കൽ അദ്ദേഹവും പ്രാരംഭ പ്രാർത്ഥിക്കുകയാണ് പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിച്ച കാര്യം ലിറ്ററലായിട്ട് അവിടെ ആൾക്കാർ അടുത്തുള്ള പ്രദേശത്തുള്ള ആൾക്കാർ നോക്കുമ്പോൾ പള്ളി തീ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ നോക്കുമ്പോൾ പള്ളി തീ കത്തുന്നു, ആൾക്കാരുടെ ഒന്നും തീ കാണാനില്ല. എന്താ? അസിസി പുണ്യാളൻ പ്രാരംഭം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവസ്നേഹത്തിന് അഗ്നി കത്തിയത് ആൾക്കാർ പുറത്തുള്ള ആൾക്കാരുടെ ഓടി വരികയാണ്. അപ്പോൾ അതേപോലെ പവർഫുൾ ആയിരുന്നു അസിസി പുണ്യാളൻ. അദ്ദേഹം പറയാണ്, വലിയ പാപികളെ കാണുമ്പോൾ അദ്ദേഹം പറയും, അദ്ദേഹം ചിന്തിക്കുന്നത് ഇങ്ങനെ, ഓ ദൈവമേ, ഇവൻ ജനിച്ചിരുന്ന വീട്ടിൽ ഞാൻ ജനിച്ചിരുന്നെങ്കിൽ, ഇവൻ പഠിച്ച സ്കൂളിൽ ഞാൻ പഠിച്ചിരുന്നെങ്കിൽ, ഇവൻ കല്യാണം കഴിച്ചപ്പോഴേ ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ, ഇവനേക്കാൾ വലിയ പാപിയായിട്ട് ഞാൻ മാറുമായിരുന്നു. ദൈവമേ, നീ എന്നെ പ്രത്യേകം സംരക്ഷിച്ചതുകൊണ്ട് ഞാൻ അങ്ങനെ പോയില്ല, നിന്റെ കരുണയാണ് എന്നോട് ദൈവത്തിന് സ്തോത്രം പറയും. നമുക്കൊരു മനോഭാവം, ആത്മാവ് ദാരിദ്ര്യം നമുക്ക് പ്രധാനമാണ്. എങ്കിലേ നമുക്ക് നമുക്ക് വിലപിക്കാൻ പറ്റുള്ളൂ. വിലപിക്കുമ്പോൾ നമുക്ക് ആശ്വാസം കർത്താവ് തരാനായിട്ട് സാധിക്കുള്ളൂ. പറഞ്ഞ ഹല്ലേലൂയ. അവർക്ക് യേശുവേ നന്ദി. ഹന്ന നിലവിളിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഏലി പുരോഹിതൻ പറഞ്ഞു, നീ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവളെ തിരിച്ചു തെറി പറഞ്ഞില്ല, അവളെ സഹിച്ചു, അവൾ ഇടപെട്ട് പ്രാർത്ഥിച്ചു. എന്ത് സംഭവിച്ചു? അവളെ ദൈവം അനുഗ്രഹിച്ചു. ഇത് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവിന്റെ ശക്തി നമ്മുടെ മേൽ ധാരാളം വ്യാപരിക്കുന്നത്. നമുക്ക് ഒരുപാട് ആശ്വാസം കിട്ടും. രാജ്യപ്പാട് എല്ലാ തിങ്കളാഴ്ചയും നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് അത്രേ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് സാധിക്കുന്ന ആഴ്ച ദിവസം പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റുള്ളൂ. കൂടുതൽ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ എന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് മധുര നൽകുക, നിങ്ങൾക്കും അത് പറഞ്ഞു തന്നേക്കാന്ന് വിചാരിച്ചു. ഇടയ്ക്ക് എന്ത് നിലവിളിച്ച് പ്രാർത്ഥിക്കണം നല്ലതാണ്. ചിലപ്പോൾ നമ്മുടെ ചില അമ്മമാരൊക്കെ കുടുംബ പ്രാർത്ഥനയൊക്കെ പോകുന്ന കാര്യമൊക്കെ ചെയ്യും അല്ലേ? അപ്പൊ നമ്മളൊക്കെ വിചാരിക്കുന്നത് അമ്മയുടെ ഒരു കാട്ടായം. അതിന് ചിലപ്പോൾ ആത്മാർത്ഥോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും, നമുക്കറിയത്തില്ല. നമ്മൾ ആത്മാവ് സമ്പന്നയായാലും നമ്മളിങ്ങനെ വലിയ ആളിരിക്കുക, അത് ആത്മാവ് ദരിദ്രം. അതുകൊണ്ട് ചിലപ്പോൾ അതിങ്ങനെ മൊത്തം കരയും. ചിലപ്പോൾ ഞങ്ങൾ അച്ഛന്മാരുടെ സ്വഭാവം എന്താ, നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയല്ല. അതുകൊണ്ടാണ് ഏലി പറഞ്ഞത്, ഏലി അച്ഛനായിരുന്നു, ഏലി പറഞ്ഞു, നീ എന്നെ മദ്യപിച്ചിട്ടുണ്ടോ? ചൂടായി. കഴിഞ്ഞ മാർപ്പാപ്പ ബിഷപ്സിനോട് അച്ഛന്മാരുടെ ഒരു വാണി കൊടുത്തെന്ന് അറിയാമോ? ഡോണ്ട് ബിഹേവ് ലൈക്ക് ഏലി. ഏലിയെ പോലെ പെരുമാറരുത്. ആൾക്കാർ പള്ളിയിൽ പ്രാർത്ഥന കരയും, അവർ കരഞ്ഞോട്ടെ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ കരഞ്ഞുള്ള പ്രാർത്ഥന വലിയ ശക്തിയുടെയും വലിയ വിടുതലിന്റെയും പ്രാർത്ഥനയാണ് നമ്മൾ തിരിച്ചറിയണം. പേഴ്സണൽ ലൈഫിൽ മാത്രമല്ല, കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ആത്മാവിന്റെ ദാരിദ്ര്യോർത്ത് കരയുന്നതോടൊപ്പം തന്നെ നമ്മുടെ കഴിഞ്ഞാൽ പാപങ്ങളോർത്ത് കരയുന്നത്. ആദ്യ സഭയിൽ അങ്ങനത്തെ ഒരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ പേരാണ് വിലപിക്കുന്ന സന്യാസികൾ. നിങ്ങൾ എന്നെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? The morning monks, MOURNING, the morning monks. അവരുടെ പ്രത്യേകതയാണ്, അവരുടെ മെയിൻ ശുശ്രൂഷ എന്താ അറിയാമോ? നമ്മുടെ നാട്ടിലെ സിസ്റ്റേഴ്സ് മെയിൻ ശുശ്രൂഷ എന്താ? സ്കൂൾ നടത്തുക. ചില അച്ഛന്മാരുടെ മെയിൻ ശുശ്രൂഷ എന്താ? ഹോസ്പിറ്റലിൽ നടത്തുക. അതേപോലെയാണ് അന്നത്തെ കാലത്ത് ഈ അച്ഛന്മാരുടെ മെയിൻ ശുശ്രൂഷ എന്താ അറിയാമോ? വിലപിക്കുക. അവരിങ്ങനെ വിലപിച്ചുകൊണ്ട് നടക്കും റോട്ടിൽ കൂടെ. അവര് ഇരുന്ന് പ്രാർത്ഥന വിലപിച്ചുകൊണ്ടിരിക്കും. കാരണം ഈശോ പറഞ്ഞ അതിനനുസരിച്ച് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ സ്വന്തം പാപത്തെ മാത്രമല്ല, ലോകത്തുള്ള അനേകരുടെ പാപങ്ങൾ ഓർത്ത് വിലപിക്കും. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കും.
ഒരിക്കലും വിയാരിപ്പുഴാണ് കുമ്പസാരപ്പെട്ടിരിക്കുകയാണ്. ഒരു വ്യക്തി വന്ന് കുമ്പസാരിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ വിയാരിപ്പുഴാണ് ഏന്തി കരയാണ്. വിയാരിപ്പുഴാണ് ഏങ്ങി കരട കണ്ടപ്പോ ഇയാൾ ചോദിച്ചു, പിതാവേ അച്ഛാ അങ്ങ് എന്താണ് കരയുന്നത്? അപ്പൊ വിയാരിപ്പുഴാണ് പറഞ്ഞു, നീ കരയാത്തത് കൊണ്ടാണ് ഞാൻ കരയുന്നത്. അവന്റെ പാപം അവന് കരയാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എന്ത് ചെയ്തു? അവന്റെ പാപം കൂടെ ഏറ്റെടുത്ത് വിയാരിപ്പുഴാണ് കരയാൻ. നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ പാപമോർത്ത് കരയാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. കാരണം അവർ അടിമത്തത്തിലേക്ക് പോയി കാണുമായിരിക്കും. അതിന് പിന്നെ ആളുകൾ ഒരു ചെന്ന കുഴപ്പം വെണ്ണമുണ്ട്, ചെന്ന കുഴപ്പം, ഇതൊക്കെ നമ്മുടെ മക്കളെ ചിലപ്പോൾ ചോദിക്കും. കാരണം അവർ യൂണിവേഴ്സിറ്റി അങ്ങനെയാണ്. അപ്പൊ അതിനോട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിലപിക്കണം. നമ്മൾ വിലപിക്കണം. കർത്താവേ അറിയാതെ കൊണ്ടാണ് നമ്മൾ വിലപിക്കണം. ഈശോ പ്രാർത്ഥിച്ചു, കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചാൽ ഫാദർ forgive them for they do not know what they are doing. അപ്പ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അറിഞ്ഞാണ് പ്രാർത്ഥിച്ചു. അതുപോലെയാണ് നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഒന്ന് നമ്മുടെ സ്വന്തം പാപങ്ങളോർത്ത് കരയണം. അതോടൊപ്പം നമ്മുടെ സഫറിംഗ് ഓർത്ത് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ അത് സ്വീകാര്യമാണ്, പ്രീതികരമാണെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. അതിൽ എനിക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇഗ്നേറ്റ്സ് ലയോള എന്ന് പറഞ്ഞ വിശുദ്ധൻ, അദ്ദേഹം പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോ 3 പ്രാവശ്യം പൊട്ടിക്കരയായി. മിനിമം 3 പ്രാവശ്യം ഞാൻ ചിലപ്പോൾ നമ്മുടെ സഭയിൽ അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ആൾക്കാർ കടന്നു വരണം. നമ്മളും സഭയിലുള്ള അധികാരികളെല്ലാം കടന്നു വരണം. കുർബാന സമയത്ത് കരയാൻ തോന്നി. ആ സമയത്ത് നമുക്ക് എല്ലാവരും ആൾക്കാരെല്ലാം വിചാരിച്ചുകൊണ്ട് ഇതിനെ ടിപ്ടോപ്പാണ് ഇവിടെ എടുക്കാൻ രീതിയാണ്. അത് കരയാനൊരു സ്വാതന്ത്ര്യം. കുടുംബ പ്രാർത്ഥന നടത്തുമ്പോ ഒന്ന് കരയാനായിട്ടൊരു സ്വാതന്ത്ര്യം. കുർബാന നടക്കുന്നത് അച്ഛന്മാർക്കൊന്ന് കരയാൻ ഇപ്പം കർത്താവിന്റെ തിരിച്ചുകൾ എടുക്കുകയാണ് പാപിയായ അച്ഛൻ. ആ സമയത്ത് ഈശോയുടെ സ്നേഹം ഓർക്കുന്നതോട് പൊട്ടി കരയണമെന്ന് കഴിഞ്ഞ് കരയാൻ പറ്റും. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഞാനിപ്പോ ഒരു ടോക്ക് നിങ്ങൾക്ക് ഒരു വർഷം മനസ്സിലാവുമായിരിക്കും. അല്ലെങ്കിൽ ഞാൻ കുർബാന എടുത്ത് ഉയർത്തി കരയുന്നതെന്ന് പറയാം, അച്ഛനെന്തോ മാക്സിമൈസ് കൂടി എന്തോ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നത്. അച്ഛനോട് പറഞ്ഞേക്കാം, തിരിച്ചു വിട്ടേക്കട്ടെ. നമ്മൾ വിചാരിക്കും എന്തോ സംഗീതം കുറവാന്ന് വിചാരിക്കും. അല്ല, നമ്മുടെ കൊച്ചു ധ്യാനം കൂടി തിരിച്ചു വന്നു. അതിന് പരിശുദ്ധാത്മാവിനെ കിട്ടി. രാത്രി മുട്ടുകുത്തി ചിലപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമ്മളെന്താ പറയും? അധികമായ അമൃതവും വിഷം. തിരിച്ചുപോകാനൊക്കെ വേണം, എല്ലാത്തിനും ഒരു ലിമിറ്റൊക്കെ വേണം. ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ വിശുദ്ധരിലേക്ക് നോക്കുമ്പോൾ സഭയിലെ ആളുകളിലേക്ക് നോക്കുമ്പോൾ കണ്ടിട്ടുള്ളത് അവർ സാധാരണ ഒരു വ്യക്തി ചെയ്യുന്ന അതേ ഒരു നിയമത്തിലല്ല പോയേക്കുന്നത്. അവർ ഡിഫറെന്റ് ആയിട്ട് അവർക്ക് ആത്മാവ് കൊടുക്കുന്ന പ്രേയർ അനുസരിച്ച് ചെയ്യാൻ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, ഹല്ലേലൂയ. ഞാൻ ഓർക്കാണ്, ഞാൻ പുറത്തുപോയി ധ്യാനത്തിന് പോയപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് ഗിഫ്റ്റ് ഓഫ് യേശുവിന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പ്രത്യേക കൃപ നൽകി. അന്ന് പരിശുദ്ധാത്മാവിനെ ടച്ച് കിട്ടിയപ്പോൾ തന്നെ ഞാനൊരു 10-25 മിനിറ്റ് സമയമൊന്നുമില്ല കരഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. എന്ത് പറ്റി? വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ത് കിട്ടും? ഒരാശ്വസിപ്പിക്കും. വലിയ ആശ്വാസം അത് ഹോളി സ്പിരിറ്റ് തരുന്നതാണ്. വലിയ ആശ്വാസം. നിങ്ങൾ തനിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഒരു സമയം ഒന്ന് വിലപിച്ച് പ്രാർത്ഥിച്ചു നോക്കിയേ, നിങ്ങൾക്ക് വലിയ ആശ്വാസവും ശക്തി നമുക്ക് പരിശുദ്ധാത്മാവ് തരും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ നമ്മുടെ ശരിക്കും നമ്മുടെ പാപത്തോട് നമ്മൾ കരയുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് കൊരിന്ത്യർ 2-ാം ലേഖനം 7-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ലേഖനം ഏറ്റവും എന്നെ സ്പർശിച്ചിട്ടുള്ള ഒരു ലേഖനമാണ് കൊരിന്ത്യർ 2-ാം ലേഖനം. ഒരുപക്ഷെ ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഈ ശുശ്രൂഷയുടെ കൂടെ ഒരു പ്രത്യേക ലേഖനമായിരിക്കും. ഈ കൊരിന്ത്യർ 2-ാം ലേഖനം നമുക്ക് 2 ലേഖനം എഴുതി. ഫസ്റ്റ് ലെറ്റർ, സെക്കൻഡ് ലെറ്റർ നമുക്കറിയാം. ഫസ്റ്റ് ലെറ്റർ പൗലോസ്ലീഹ ശക്തമായ ഭാഷയിലാണ് കൊരിന്ത്യർക്കുണ്ടായിരുന്ന അശുദ്ധിയും പാപത്തെ കുറിച്ച് പൗലോസ്ലീഹ പറയണത്. ഉദാഹരണത്തിന് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം ആൾക്കാർ കഴിക്കുന്നു, സ്റ്റെപ്പ് മദറിന്റെ കൂടെ പോയി പാപം ചെയ്യുന്നു. ചിന്തിച്ചു നോക്കിയ അന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അത്രയും മാരകമായ പാപം, അവിഹിത വേഴ്ച, ബ്ലഡ് റിലേഷൻ തമ്മിലുള്ള പാപം, ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ പൗലോസ്ലീഹ അതിശക്തമായ ഭാഷ അവർ കത്തയച്ചു. സ്വർഗരാജ്ഞി പ്രവേശിക്കരുത്, മദ്യപാനത്തിന്റെ കൂത്തരം കാര്യത്തിന്റെ സ്ഥലത്ത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മദ്യപാനം നിങ്ങൾ സ്വർഗത്തിൽ പോവുകയാണ്, സ്വർഗത്തിൽ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ ഒരു ശക്തമായിട്ട് അങ്ങോട്ട് പറഞ്ഞു. ഇങ്ങനെ കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് കുറെ പേർക്ക് സങ്കടവും കാര്യത്തിലും കുറച്ചു പേർക്ക് പൗലോസിനോട് ദേഷ്യമൊക്കെ ഉണ്ടായി, കുറെ പേർക്ക് ഭയങ്കര ദുഃഖം ഉണ്ടായി. അപ്പോഴാണ് 2-ാമത്തെ കത്ത് പൗലോസ്ലീഹ അയക്കുന്നത്. എന്നിട്ട് പൗലോസ്ലീഹ പറയാണ്, ഈ ദുഃഖം നല്ലതാണ്.
എന്റെ കത്ത് നിങ്ങളെ കുറച്ച് ദുഃഖിപ്പിച്ചെങ്കിലും ഇപ്പോ നിങ്ങൾക്ക് ആ കത്ത് ആശ്വാസം നൽകുന്നുണ്ട്. 2 Corinthians chapter 7 എടുക്കാം. 8 മുതൽ ഉറക്കുന്ന വായിച്ച് ബൈബിളിൽ വായിക്കുമ്പോൾ ഒരു അഭിഷേകം കിട്ടും. എല്ലാവരും തുറന്ന് വായിച്ച വാ തുറന്ന് വായിച്ച്. ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു, നിങ്ങളെ ദുഃഖിപ്പിച്ചത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ദുഃഖം എന്തുകൊണ്ടാണ് പൗലോസിന് സന്തോഷം ഉണ്ടായത്? നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചു. 2 തരം കരച്ചിലുണ്ട്. ഒന്ന് രക്ഷാകരമായ കരച്ചിൽ, രക്ഷാകരമായ ഗോഡ്ലി റിപ്പന്റൻസ്. നിങ്ങളുടെ ദുഃഖം ദൈവഹിതപ്രകാരമായതുകൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. അപ്പം ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പോ ആൾക്കാർക്ക് കരച്ചിൽ വന്നു, ആൾക്കാർ കരഞ്ഞു, ദുഃഖം ഉണ്ടായി. പൗലോസിന് ആ ദുഃഖം നല്ലതാണ്. ഈ ദുഃഖമാണ് രക്ഷാകരമായ പശ്ചാത്താപത്തിലേക്ക് നമ്മളെ ആനയിക്കുന്നത്. പത്ത് പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇപ്പൊ നമ്മൾ ധ്യാനത്തിന്റെ സമയത്ത് ചിലപ്പോൾ ചില വചനം കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദുഃഖം ഉണ്ടാവും. ആ ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപത്തിലേക്ക് നയിക്കാനായിട്ട് ഇടയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊറിന്തോസിന്റെ 2-ാം ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന മനോഹരമായ ഒരു കാര്യമാണ് ഈ ദുഃഖം. രക്ഷാകരമായ ദുഃഖം നമുക്ക് നൽകുന്ന ചില കാര്യങ്ങളെ കുറിച്ച്. അതിന്റെ 11-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് പഠിക്കാം. എല്ലാവരും എടുക്കാം. 2 Corinthians chapter 7 verse 11. ദൈവികമായ ഒരു ദുഃഖം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഗുണമുണ്ടാകുന്നത്? 11-ാമത്തെ വാക്യം വായിക്കാം. ഈ ദൈവികമായ ദുഃഖത്തെ ഉണ്ടാക്കുന്നു ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. ദൈവികമായ ഈ ദുഃഖം എത്രയധികം ഉത്സാഹം വായിച്ച് ഉപയോഗിച്ച്. ദൈവികമായ ഈ ദുഃഖം എത്രയധികം ഉത്സാഹവും ഇഷ്ടത്തിലേക്കുള്ള താല്പര്യവും ധാർമ്മിക രോഷവും ഭയവും ആകാംക്ഷയും തീക്ഷ്ണതയും നീതി വാഴ്ചയുമാണ് നിങ്ങളെല്ലാം ഉളവാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ശരിക്കും നമ്മൾ ദുഃഖിച്ചു കഴിയുമ്പോൾ നമ്മുടെ വിലപിച്ചു കഴിയുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന കാര്യം നമുക്ക് എന്തുണ്ടാകുന്ന പറയുന്നത് ഉത്സാഹം ഉണ്ടാകും, വലിയൊരു ഏണസ്നെസ് ഉണ്ടാകാണ്, ഒരു ഉത്സാഹം ഉണ്ടാകും. നമ്മുടെ ആത്മാവൊക്കെ അങ്ങോട്ട് ശക്തിപ്പെടും. ആത്മാവിനുള്ള അഭിഷേകം ശരിക്കും ജ്വലിക്കും. ആത്മാവുള്ള അഭിഷേകം ജ്വലിക്കുന്ന സമയമാണ് ശരിക്കും വിലപിച്ചു വിലപിച്ചുള്ള പ്രാർത്ഥന. പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ഒരഭിഷേകം നമ്മുടെ കൂട്ടായ്മ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ധാർമ്മികമായി ഒരു ദൈവികമായ ദുഃഖം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ ഒന്ന് അത് ഭയങ്കരമായ ഉത്സാഹം, പിന്നെ പ്രാർത്ഥിക്കാൻ ഉത്സാഹം കൊടുക്കുന്നു, സൂചനകൾ ചെയ്യാൻ ഉത്സാഹം കൊടുക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഉത്സാഹം ഒന്നുകൂടെ ജ്വലിക്കും. നമ്മുടെ മന്നിപ്പങ്ങൾ വിട്ടുപോകും. പറഞ്ഞ ഹല്ലേലൂയ. വിലപിക്കുന്നവർ ആ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കും. ഈശോ നെടുവേർപ്പെട്ടു. ലാസറിന്റെ കുഴിമാടുന്നവർ ഈശോ ചെയ്തതായിരുന്ന ഈശോ ആദ്യം കരഞ്ഞു നെടുവേർപ്പെട്ടു, കരഞ്ഞു നെടുവേർപ്പെട്ടു. ജീവൻ തിരിച്ചു പ്രസക്തമായിട്ട് വരികയാണ്. ജീവൻ പുതുജീവൻ ഉണ്ടാകുകയാണ്. നെടുവേർപ്പെട്ടു, നിലവിളിച്ചു, കരഞ്ഞു. ഒന്ന് ഉത്സാഹം. രണ്ടാമത്തെ വാക്യതാണ് എന്നാൽ ഇത് ദൈവികമായത് എത്രയാണ് ഉത്സാഹം. രണ്ടാമത് നിഷ്കളങ്കത തെളിയിക്കാനുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ യേശുവിനെ കുറിച്ച് പറയാനുള്ള നമ്മുടെ ഫെയ്ത്ത് ഡിഫെക്ട് ചെയ്യാനുള്ള അഭിഷേകം നമുക്ക് കിട്ടുന്നതാണ് പറയുന്നത്. ഉദാഹരണം, നിങ്ങൾ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ നഴ്സിംഗ് ഹോമില് ആളുകൾ ഭൂരിഭാഗം പേര് പലതരത്തിലുള്ള പാപത്തിൽ കഴിഞ്ഞു. വിക്കറ്റിലൊക്കെ അവർ പലരുടെയും കൂടെ പോകുന്നു. അത് കാണുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാകും. നമ്മൾ ശരിക്കും വിലപിച്ച് പ്രാർത്ഥിച്ചത് നമ്മുടെ ഉള്ളിൽ കളയുന്നത് സംഭവിക്കും. നമുക്ക് ഉത്സാഹം കിട്ടും. അതോടൊപ്പം തന്നെ നിഷ്കളങ്കത തെളിയിക്കാൻ നമ്മുടെ ഫെയ്ത്തിനെ കുറിച്ച് പറയാനൊക്കെയുള്ള ഒരു അഭിഷേകം കൊടുക്കും. അല്ലെങ്കിൽ നമ്മുടെ ഫെയ്ത്തിനെ കുറച്ച് തിന്മയിൽ പോകാൻ സാധ്യതയുണ്ട്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നിഷ്കളങ്കത തെളിയിക്കാനുള്ള ഒരു ഉത്സാഹം ഇംഗ്ലീഷിൽ പറയുന്നത് എങ്ങനെയാണ്? റെഡിനെസ് ഫോർ എ ഡിഫൻസ്. അങ്ങനെയാണ് ഇംഗ്ലീഷ്. റെഡിനെസ് ഫോർ എ ഡിഫൻസ്. നമ്മുടെ ഫെയ്ത്ത് ഡിഫെൻഡ് ചെയ്യാനുള്ള നമ്മുടെ ഒരു കൃപ തരികയാണ്. ശരിക്കും അഗാധമായ ദുഃഖം നമ്മുടെ പാപത്തെ കുറിച്ച് മാത്രമല്ല, നമ്മുടെ കൂട്ടായ്മയിലുള്ള അവരുടെ പാപത്തെ കുറിച്ച് നമ്മുടെ ദിവസം ദുഃഖിക്കുമ്പോൾ വീണ്ടും പറയാണ് പിന്നെ ധാർമ്മിക രോഷം, ഇൻഡിഗ്നേഷൻ. ധാർമ്മിക രോഷം, ചില അനീതി കണ്ട അനീതിയാണ് പറയാനുള്ള ഒരു ശക്തിയും ഒരു അഭിഷേകം പരിശുദ്ധ നമുക്ക് തരും. ധാർമ്മിക രോഷം ഉണ്ടാവുന്നു.
അടുത്താണ് ഭയം. ഭയം എന്ന് പറഞ്ഞാൽ പാപത്തോടൊരു ഭയം. കാരണം ചില കഴിഞ്ഞകാല പാപ സാഹചര്യങ്ങൾ നമ്മൾ വീണ്ടും വേട്ടയാടാൻ വരും. അപ്പൊ അതിനൊരു ഭയം നമുക്ക് ഉണ്ടാകും. നമ്മളിങ്ങനെ വിലപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാപത്തിന് വരുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാകും, ഓടിപ്പോകും. വിശുദ്ധന്മാർ പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്? പാപത്തിന്റെ അവസരങ്ങൾ ഓടിപ്പോണം. അതുകൊണ്ടാണ് പ്രഭാഷണം 21:1-2 വാക്യങ്ങൾ പറയുന്നത്, മകനെ നീ പാപത്തിന് സർപ്പത്തിന് നിന്നതുപോലെ ഓടിപ്പോകുക. അടുത്ത് ചെന്നാൽ അത് കടിക്കും. അതിന്റെ വിഷം, അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ല് പോലെയാണ്. സിംഹത്തിന്റെ പല്ല് പോലെയാണ്. ഞാൻ കഴിഞ്ഞ വചനഭാഗം വായിച്ചിട്ട് ഇന്നലെ തപ്പി സിംഹത്തിന്റെ പല്ലെന്ന് കാണാൻ വേണ്ടി ഇപ്പൊ കണ്ടു. ദൈവമേ, സിംഹത്തിന്റെ പല്ല് അത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പിടികൂല. അതാണ് പാപത്തിനടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾ ചില ബന്ധങ്ങൾ ചിലപ്പോൾ ഉപേക്ഷിച്ചു എങ്കിലും പിശാചിന്റെയും അല്ലെങ്കിൽ കൊണ്ടുപോകും. പോയി കഴിഞ്ഞാലോ അത് ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ല് അവിടെ പിടിക്കും. എളുപ്പമല്ല. വീണ്ടും ബൈബിൾ പറയാണ് ഭയം അതാണ്. ആകാംക്ഷ, ഏടി, ലോകി, കർത്താവിനോടൊരു ആകാംക്ഷ, കർത്താവിന്റെ വചനം കേൾക്കാനൊരു ആകാംക്ഷ. ഈ വചനം എടുക്കുമ്പോൾ ദൈവം ആകാംക്ഷകൾ വായിക്കാൻ പറ്റും. ലഭിച്ചു കഴിഞ്ഞാൽ ഒരു വേറെ കൃപയാണത് ആകാംക്ഷ. അടുത്ത കാര്യം പറയുന്നത് എങ്ങനെയാണ്? തീക്ഷ്ണത, നല്ല തീക്ഷ്ണത ഉണ്ടാകും. എല്ലാ മേഖലയിലും തീക്ഷ്ണത വർദ്ധിക്കുന്ന എപ്പോഴാണ്? നമ്മൾ ഈ വിലപിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതൊന്ന് വർദ്ധിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയെ കുറിച്ച് ഓർത്തുവരുന്ന കാര്യങ്ങളാണ്. ദൈവം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ എന്റെ കർത്താവേ പറഞ്ഞുകൊണ്ട് കുറച്ചൊക്കെ കന്ന് കരയുക. അപ്പൊ ഇത് പറ്റി കരഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ മേലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വരും. നമ്മൾ ആശ്വസിപ്പിക്കപ്പെടും. നമുക്കൊപ്പം ഈ 7 ഗുണങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. അടുത്തത് പണിഷ്മെന്റ്. പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ശിക്ഷ. ഇതിൽ പറഞ്ഞേക്കുന്നത് നീതിമാറ്റാണ് പറഞ്ഞേക്കുന്നത്. ഇംഗ്ലീഷിലെ പണിഷ്മെന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് പിന്നെ നരകത്തെ കുറിച്ചും ശുദ്ധീകരണത്തെ കുറിച്ചും ഒരു ചിന്ത നമ്മളുള്ളിൽ പരിശുദ്ധാത്മാവ് തരും. നിത്യശിക്ഷയെ കുറിച്ച് ചിന്ത വരും. അപ്പൊ ഇത് പറ്റി നമ്മളെ പാപത്തിലേക്ക് പോകാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതാണ് ദുഃഖിച്ചുള്ള നിലവിളിച്ചുള്ള പ്രാർത്ഥന. ആ വാക്കൊക്കെ നമുക്കൊന്ന് വായിക്കുന്ന ഒരു അഭിഷേകമായിട്ട് നിങ്ങളുടെ പരിശുദ്ധാത്മാവിനും എല്ലാവരും വരുന്നത് ഉയർത്തി. 2 Corinthians അതിൽ 7-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഒരുമിച്ച് ഉറക്കം വായിച്ചേ. ദൈവികമായ ഈ ദുഃഖം എത്രയധികം ഉത്സാഹവും നിഷ്കളങ്കതയിലേക്കാണ് താല്പര്യവും ധാർമ്മിക ദോഷവും ഭയവും ആകാംക്ഷയും തീക്ഷ്ണതയും നീതിവാഞ്ചിയുമാണ് നിങ്ങളിലെല്ലാം ഉളവാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും നിങ്ങൾ നിർദോഷരാണെന്ന് എല്ലാ പ്രകാരത്തിലും തെളിയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആദിമ സഭയിൽ ദൈവവചനം വായിച്ചെങ്കിൽ തോന്നി. ദൈവവചനം വായിച്ചെങ്കിൽ അഗസ്ത്യനാണ് പൊട്ടിക്കരഞ്ഞ് പുതിയ ഹൃദയം ധരിച്ചു. അതുപോലെയാണ് ദൈവത്തിന് കേട്ട് കഴിയുമ്പോൾ നമുക്കിതൊരു അഭിഷേകം പരിശുദ്ധാത്മാവ് നൽകുകയാണ്. നമ്മുടെ വിലപിച്ചാണ് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഈ എല്ലാ ഗുണങ്ങളും പരിശുദ്ധാത്മാവ് തരും. ഒന്നും കൂടെ 2 കാലം ഉയർത്തിയ മാത്രം വായിച്ച് നിങ്ങളുടെ മേലൊരു അഭിഷേകം വ്യാപരിക്കട്ടെ. താമസിച്ചു മാത്രമേ പേരെടുത്ത്. അദ്ദേഹത്തിന് ഒരു മെയിൻ ശുശ്രൂഷതായിരുന്നു. അദ്ദേഹത്തിന്റെ പാപങ്ങളെ മാത്രമല്ല മറ്റുള്ളവരുടെ പാപങ്ങൾ ഓർത്ത് കരയുക, കുമ്പസാരത്തിൽ കുത്തിരുന്ന് കരയുക. വ്യാഴാഴ്ച വെളുപ്പിൽ 1 മണിക്ക് എഴുന്നേറ്റ് കുമ്പസാരിക്കും. 1 മണി മുതൽ 7-8 മണി വരെ ഒറ്റ സ്റ്റേജിൽ കുമ്പസാരം. വൈകുന്നേരം മാത്രം പോയി പൊട്ടാറ്റ പിഴുകി തിന്നു. ബാക്കി മുഴുവൻ സമയം കുമ്പസാരവും പിന്നെ വീട് വിസിറ്റ് ഓരോ വീട്. ഞാൻ എന്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എന്റെ ഒഴിഞ്ഞു കിടക്കുന്ന കുമ്പസാരങ്ങളിലേക്ക് നോക്കി എനിക്ക് സങ്കടമായി. മറാളെ പിടിച്ച് കിടക്കാണ്. മലയാളികൾ വരുമ്പോഴാണ് കുമ്പസാരം. വീട്ടുകാർ വളരെ 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 ചുരുക്കമാണ്, നമുക്കറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപങ്ങൾ ഓർത്ത് കരയാൻ ഇത് പലപ്പോഴും പറ്റുന്നില്ല. മാർപ്പാപ്പ അതുകൊണ്ടാണ് പറഞ്ഞത്, we are in darkness. Once you walk a long time in darkness, it is not very easy to come back to the light. അദ്ദേഹം പറയാണ്, വളരെ ശക്തമായിട്ട് പറയണം, ഇന്ന് ഈ ലോകത്തിലുള്ള ഒരു വലിയൊരു കുഴപ്പം അറിയാമോ? നാണമില്ല. ഇത് പറയാം, ലജ്ജ. The world is not shameful of its sins. കോഹാബിറ്റേഷനെ കുറിച്ചും അബോർഷനെ കുറിച്ചും സെക്സ് ബിഫോർ മാരേജിനെ കുറിച്ചൊന്നും യാതൊരു നാണമില്ല
ഒരു ലജ്ജ നല്ലൊരു ഗുണമാണ്. ക്രിസ്ത്യൻ ഷെയിം, ക്രിസ്ത്യൻ ഷെയിം ഇന്നത് നമുക്ക് ഇല്ലാന്നാണ് അദ്ദേഹം പറയണത്. ശരിയാണ്. ചിന്തിച്ചേക്ക്, നിങ്ങൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പാപത്തെ അങ്ങോട്ട് പർവ്വതീകരിച്ച് അതിനെ അങ്ങോട്ട് വലിയ കാര്യങ്ങൾ കാണിക്കുന്ന സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്കറിയാം, മദ്യപിക്കാതെ നമ്മുടെ സഹോദരങ്ങളൊക്കെ അങ്ങോട്ട് ഒറ്റപ്പെടുത്താം. അത് പ്രിയപ്പെട്ടവരെ, അതാണ് ലോകം. മാർപ്പാപ്പ പറയാണ്, ലജ്ജ എന്നുള്ളത് ഒരു വലിയൊരു ഗുണമാണ്. അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് വീക്ക്നെസ്. പറഞ്ഞ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സക്കറിയ 12:10 വചനമുണ്ട്. വചനെങ്ങനെയാണ്? ഞാൻ ശ്രദ്ധിച്ചോട്ടോ, ദാവീദ് ഭവനത്തിന്റെയും ജെറുസലേം നിവാസികളുടെ മേൽ പ്രാർത്ഥനയുടെയും കൃപയുടെയും ചൈതന്യം പകരും. അപ്പോൾ അവർ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവരെ നോക്കി വിലപിക്കും. ഏകജാതനെ പ്രതി എന്ന പോലെ അവര് പൊട്ടിക്കരയും. സക്കറിയ chapter 12 verse 10 ആ വചനം വായിക്കാം. അത് ഈശോയുടെ കുരിശിലേക്ക് നോക്കി എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈശോയുടെ മറവിന് മുമ്പ് തന്നെ സക്കറിയ പറഞ്ഞേക്കുന്നത്. അതായത്, ഞാൻ പാപം ചെയ്താണ് യേശുവിനെ കുരിശ് തറച്ചത്. ഇതിനെ ഓർത്ത് വിങ്ങി കരയുക. എന്റെ കുഞ്ഞു പാപമായിരിക്കാം, വലിയ പാപമായിരിക്കാം, വളരെ വ്യക്തി വളരെ എല്ലാവരും ഉറപ്പ് പറഞ്ഞേ. അത് എപ്പോഴാണ് സാധിക്കുന്നത്? ദൈവം നമ്മുടെ മേൽ കൃപയായിരിക്കുമ്പോ, ദൈവം നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കാനാണ് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പാപത്തെ നമ്മൾ ന്യായീകരിച്ചോണ്ടിരിക്കും. അത് തന്നെ എല്ലാവരും ചെയ്യുന്നുണ്ട്. അന്ന് വിചാരിച്ചത് വളരെ എടുത്തെന്നോർത്ത് പറഞ്ഞേ, ഞാൻ ദാവീദ് ഭവനത്തിന്റെയും ജെറുസലേം നിവാസികളുടെയും കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചു ഏകജാതനെ പ്രതി എന്നോ അവർ ആദ്യജാതനെ പ്രതി എന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും. യേശുവിനെ നോക്കി ദുഃഖത്തോടെ വിലപിക്കാൻ വലിയൊരു കൃപയാണ്. കുരിശിലേക്ക് നോക്കി പൊട്ടിക്കരയാൻ. അതുകൊണ്ടാണ് ലോഗിനോസ് യേശുവിന്റെ ചങ്കിൽ പോയി കുത്തിക്കഴിഞ്ഞപ്പോ ആ ചങ്കിൽ നിന്ന് അവസാനത്തിൽ ചോരയും നീതിയും കൊണ്ട് ലോഗിനോസിന്റെ പൊട്ടക്കടലിലേക്ക് വന്ന് പതിച്ചു. ലോഗിനോസിന്റെ കണ്ണു തുറന്നു. ലോഗിനോസ് അവിടെ മുട്ടുകുത്തിയാണ് കരയാണ്. അദ്ദേഹം തന്നെ അവൻ കുത്തി മുറിവേൽപ്പിക്കുന്നത് കരയാൻ തുടങ്ങി. ഏകജാതനെ പ്രതി എന്ന പോലെ വിലാപത്തോടെ കരയാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ ബിഷപ്പായിട്ട് മാറി, രക്തസാക്ഷിയായിട്ട് മാറി. വലിയൊരു വേശ്യാവ് ചെയ്യുന്ന സ്ത്രീയായിരുന്നു ഈജിപ്തിലെ മറിയം, മേരി ഓഫ് ഈജിപ്റ്റ്. അവളങ്ങനെ വേശ്യാവൃത്തി 28 വയസ്സ് വരെ വേശ്യാവൃത്തി ചെയ്തു. 28ാമത്തെ വയസ്സിൽ വേശ്യാവൃത്തി ചെയ്യാൻ വേണ്ടി തന്നെ ഒരു കപ്പലിൽ കയറി അവൾ ഹോളിലാൻഡിലേക്ക് പോവുകയാണ്. പിൽഗ്രിംസിന്റെ കൂടെ പോവുകയാണ്. ടിക്കറ്റ് കൊടുക്കണ്ട, ഇത് ചെയ്താൽ മതി. അങ്ങനെ നാശം പിടിച്ച ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ഹോളിലാൻഡിലേക്ക് ചെന്ന്, പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു ദേവാലയത്തിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ രൂപമാണ് കണ്ടു. അവളവിടെ ഈശോയോട് നോക്കി. കരച്ചിലെന്ന് പറഞ്ഞാൽ അവൾ പിന്നെ തിരിച്ചു നാട്ടിലേക്ക് പോയില്ല. അവൾ പുതിയ സൃഷ്ടിയായിട്ട് മാറി. അവൾ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച് അവൾ എന്തറിയാമോ? She went to the desert in Egypt. 28 വർഷക്കാലം അവൾ ഈജിപ്തിൽ അവിടെ താമസിച്ചു. കൈകൾ മാത്രം ഇതിൽ കഴിക്കും. അങ്ങനെ ഞാൻ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടെ? ഈജിപ്തിൽ നിങ്ങൾ ഈജിപ്തിലെ മറിയത്തിന്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് സെക്സ്വൽ പാപത്തിൽ അടിമപ്പെട്ട് കഴിയുന്ന നമ്മുടെ ചില മക്കളോ നമ്മുടെ ചില കുടുംബങ്ങളോ അവരുടെ വെച്ചിട്ട് സെന്റ് മേരി ഓഫ് ഈജിപ്തിന്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കണം. 28 വർഷം അവൾ വിശുദ്ധി ജീവിച്ചു. അത് വിശുദ്ധിയാക്കി അവളുടെ അവസാനത്തെ മരിക്കുന്ന തലേവർഷം അവൾ പോയി ഒന്ന് കുമ്പസാരിക്കാൻ. മുമ്പ് അതെല്ലാം പാപത്തെ ഉപേക്ഷിച്ചുള്ള വിശുദ്ധിയായി തലേവർഷം അവൾ കുമ്പസാരിച്ചു. കുമ്പസാരിക്കാർ മാത്രം പറഞ്ഞു അത് കുമ്പസാരിക്കാൻ വന്നത് വെള്ളത്തിന് മുകളിൽ നടന്നാ വന്നത്. എന്നുള്ള അത്രയും മുറക്കൾ ഗിഫ്റ്റ് ആണ് കൊടുത്ത് പാവെല്ലാം ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ ഹല്ലേലൂയ. സെയിന്റ് മേരി ഓഫ് ഈജിപ്റ്റ് അവൾ എന്ത് ചെയ്തു? തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ച് നോക്കി അവർ നിലവിളിച്ചു. നമ്മൾ കുത്തി മുറിവേൽപ്പിച്ച് യേശുവിനെ നോക്കി കരയണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഞങ്ങളൊരു വികാരിച്ചിട്ടുണ്ട്. കാഞ്ഞിരപ്പുഴയിൽ ചിറ്റിലപ്പിള്ളേച്ചൻ എന്ന് പറയും. വളരെ വിശുദ്ധനായ ഒരു അച്ഛനാണ്. അച്ഛൻ്റെ ഒരു ശുശ്രൂഷയാണ് വിലപിച്ച് കരയുക, ചാ കൊടുക്കുക. അച്ഛൻ ബൈബിളിൽ പറഞ്ഞ പോലെ ലിറ്റൽ അടച്ച് ചാ കൊടുക്കും. ഇടവക്കാരുടെ പാമ്പ് ഓർത്ത് ചാ കൊടുക്കും. കാഞ്ഞിരത്തോടെ ഞങ്ങളുടെ അവിടെ ആൾക്കാർ ഡ്രഗ്സും ഡ്രിങ്ക്സും കള്ളച്ചാറയും ദേശാവൃത്തിയും എല്ലാം അവിടെ തിരികെ കഴിഞ്ഞപ്പോൾ അച്ഛൻ ചെയ്തു. അച്ഛൻ രോഹം ചാ കൊടുത്ത് ചാരം പൂശി അവിടെ പള്ളിയിൽ ഇരിക്കുന്നത് ചിന്തിച്ചു നോക്കി. അച്ഛൻ വിലപിച്ചു വിലപിക്കുക.
ജോയൽ 2:17 പറയുന്നതിനാണ് പുരോഹിത വരത്തിയെന്ന് പറയുന്നത്. ജോയൽ 2:17 അവിടെ പുരോഹിതൻ ചെയ്ത ഒരു കാര്യത്തെ കുറിച്ച് ബൈബിൾ പറയാണ്. പുരോഹിതൻ ബലിപീഠത്തിനും ജനത്തിനും മധ്യേ നിന്നുകൊണ്ട് നെടുവീർപ്പിന്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ജനതകൾ അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുതേ. ജനതകളുടെ ഇടയിൽ പഴമൊഴിയും പരിഹാസപാത്രവുമാകാതെ അങ്ങനെ അവകാശത്തെ സംരക്ഷിക്കണമേ. എവിടെയാണ് അവരുടെ ദൈവം എന്ന് ജനങ്ങൾ ചോദിക്കാൻ ഇടപെടുന്നത്? കരയണം. അച്ഛൻ അത് കരഞ്ഞു. അച്ഛൻ കരഞ്ഞ് നടുവീർപ്പിട്ട് നിലവിളിച്ച് ഓർക്കാണ് അച്ഛന്റെ കാശിൽ കർത്താവ് കണ്ടു. ഈ അത്ഭുതം ചെയ്യാൻ കഴിയും. അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിൽ അത്ഭുതം ചെയ്തു. അവരുടെ ലോഡിങ്ങാരുണ്ട്. സാറിന് ലോഡിങ്ങാർ കുഴപ്പമാരാണ് നമ്മുടെ ഭാഗത്ത്. ലോഡിങ്ങാർക്ക് അതെങ്കിലും കൃപ കൊടുക്കും. കൃപ എന്നറിയാമോ? ആരെങ്കിലും താഴ്ന്നിടത്ത് കള്ളച്ചാര കിട്ടി കഴിഞ്ഞാൽ അവരെ കൂടി ചടി കൊടുക്കുക. ആരും ഡ്രഗ്സ് വന്ന് ചടി കൊടുക്കുക. പേശികൾക്ക് കണ്ട് പൊട്ടി കൊടുക്കുക. അവിടെ നോക്കും പെട്ടെന്ന് അനുസരിച്ച് ക്ലിയറായി എല്ലാവരും വിട്ടത്. ദൈവം ഉപയോഗിച്ച ഓരോ വഴികളെ അച്ഛൻ ചാമ്പൊക്കെ ചാരം കുറിച്ച് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ലോഡിങ്ങാരെ തൊട്ടു. അവിടെ നിന്ന് കള്ളച്ചാരം ഇല്ലാണ്ടായി. ഈ പ്രശ്നം മാറി. പോലീസൊക്കെ സാധിച്ചില്ല. പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് നെഹമ്യ. അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ നെഹമ്യയെ കുറിച്ച് പറഞ്ഞത്. നെഹമ്യ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ദിവസങ്ങളോളം ഞാൻ വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. അതായത് ജെറുസലേം ദേവാലയം നശിച്ചതിനെ കുറിച്ച്, ജെറുസലത്തിന്റെ മതിലുകൾ തകർന്നതിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ നെഹമായ ചെയ്ത കാര്യമാണ്, ഞാൻ ഇത് കേട്ട് നിലത്തിരുന്ന് കരഞ്ഞു. ഇപ്പൊ ബൈബിളിലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ലിറ്ററലായിട്ട് ചെയ്യുന്നത് തടസ്സമൊന്നുമില്ല. നമ്മുടെ നമ്മുടെ ഒഫീഷ്യലായിട്ട് രീതിയിലുള്ള പ്രാർത്ഥന മാത്രം പോരാ. ചില ഇങ്ങനത്തെ രീതിയിൽ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നിലത്തിരുന്ന് കരഞ്ഞു. പിന്നെ എന്ത് ചെയ്തു? ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. നെഹമ്യയുടെ പ്രാർത്ഥനയാണ്. നിലവിളിച്ച് ഉപവാസം നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഇതിൽ പറഞ്ഞാണ്, ജീസസ് യൂത്തിന് മിനിസ്ട്രി ശക്തമായിട്ട് ആരംഭിച്ചപ്പോൾ പാമ്പാടി കോട്ടയത്ത് RIT എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ചെറുപ്പക്കാരൻ അവൻ യേശുവിനെ തിരിച്ചറിഞ്ഞ് അവൻ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ യേശുവിനെ ഒന്ന് ശരിക്കും അറിഞ്ഞിരിച്ചു. അവൻ മാത്രം വെച്ചാൽ അവനാണ് കൃപ കൊടുത്തത്. ആ ചെറുപ്പക്കാരൻ തീരുമാനിച്ചു, എന്റെ കൂടെയുള്ള പലരും പാപത്തിൽ കഴിയാണ്, എന്ത് ചെയ്യണം? വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് ചാരല് വിരിച്ച് മണ്ണിൽ വിരിച്ച് മുട്ടുകുത്തി അവനങ്ങോട്ട് കടഞ്ഞ് അവിടെ പ്രാർത്ഥിച്ചു. ശരിയോട് പ്രാർത്ഥിച്ചിട്ട് ഒരു സ്വർഗം അവിടെ തുറന്നു. സ്വർഗം തുറന്നു കഴിഞ്ഞപ്പം അവരെ ചില ഫ്രണ്ട്സിനോട് പറഞ്ഞു, ഫ്രണ്ട്സ് എല്ലാം പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങി, ധ്യാനത്തിനെല്ലാം പോകാൻ തുടങ്ങി. വലിയ ചേഞ്ച് നോക്കാം, വലിയ ചേഞ്ച്. അവരവിടെ നിന്ന് പാസ് ഔട്ട് ചെയ്തപ്പോഴാണ് ഞാൻ അവിടെ ഞാൻ സിനിമയിൽ പഠിക്കുകയായിരുന്നു. അവിടുത്തെ പ്രേരണത്തിന് വേണ്ടി പോകാൻ തുടങ്ങിയത്. ഓർത്താണ് അവിടെ ചെറുപ്പക്കാരെ പറഞ്ഞത്, ഞാൻ പിന്നെ മാത്യു അവരുണ്ടായിരുന്നു, മാത്യു ആണെന്നെല്ലാം ചെയ്തത്, മാത്യു ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് കയറ്റിയെടുത്തത്. ഞാൻ നോക്കുമ്പോൾ ക്ലാസ് വിട്ട് ഒരു കാപ്പി പോലും കുടിക്കാതെ യൂത്ത് 40-50 എഞ്ചിനീയറിംഗ് കുട്ടികളെല്ലാം ഓടി പഠിച്ചു വരികയാണ് പകരം കേൾക്കാൻ വേണ്ടി. എന്താണ് ഒറ്റ ഒരുത്തൻ വിലപിച്ച് നെഹമ്യ പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് സ്വർഗം തുറന്ന വിഷയം എന്റെ പ്രാർത്ഥനയിലാണ് പ്രാർത്ഥിക്കുന്നത്. പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പറഞ്ഞ കംപ്ലൈന്റ് എന്താ? എല്ലാവർക്കും അത് മതി, എല്ലാവർക്കും ഡാൻസും പാട്ടും കള്ളുകൂടി മതി, കർത്താവിനെ അവരുടെ സ്നേഹം ഒരുപക്ഷെ നമ്മൾ പറയുന്നുണ്ടായിരിക്കും. എന്ത് ചെയ്യണം? നെഹമ്യയെ പോലെ നമ്മൾ ചെയ്യണം. പറഞ്ഞ ഹല്ലേലൂയ. ദിവസങ്ങളോളം അവൻ നിലവിളിച്ചു. അവൻ നിലവിളിച്ചങ്ങ് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായിട്ട് ഇടപെട്ട് നെഹമ്യയെ ഉപയോഗിച്ചു. അപ്പൊ നമ്മുടെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം കഴിയുന്നതോടൊപ്പം തന്നെ മക്കളുടെ പാപങ്ങൾക്ക് വേണ്ടി കഴിയുന്നതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഭയിലുള്ള കുറവുകളെ ഓർത്ത്, വൈദികരുടെ ചില പാപങ്ങളെ ഓർത്ത് നിലവിളിച്ച് പ്രാർത്ഥിക്കുക, കരുണയെ പ്രാർത്ഥിക്കുക. നെഹമ്യ അങ്ങനെയാണ് ചെയ്തത്. അതനുസരിച്ച് വലിയ കൃപ ഉണ്ടാകാൻ തുടങ്ങി. അത് വലിയൊരു പ്രാർത്ഥനയുടെ ഒരു മെത്തേഡാണ്. ഒരു വചനം അച്ഛൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവാണ്. അത് ഐസായ ചാപ്റ്റർ 61:3-4 വളരെ പ്രധാനപ്പെട്ട വാക്കുകൾ. അത് മറക്കരുത്. യെശയ്യാ 61-ാമത്തെ അധ്യായത്തിന്റെ 3-4 ബൈബിളിൽ തുറന്നേ. യെശയ്യാ 61:3-4 വാക്യങ്ങൾ. അവിടെ നിലവിളിക്കുന്നതിനെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞൊരു കാര്യമാണ്. എവിടെ വെച്ചാണ് നിലവിളിക്കേണ്ടത്? സിയോൻ. സിയോനിൽ വിലപിക്കുന്നവർ. സിയോൻ എന്ന് പറഞ്ഞാൽ സിറ്റി ഓഫ് ഗോഡ്, സിറ്റി ഓഫ് ഡേവിഡ്. അതൊരു വീടായിരിക്കാം, പള്ളിയായിരിക്കാം, എവിടെയായിരിക്കട്ടെ.
സിയോനിൽ, ദൈവത്തിന്റെ ആലയമാണ്. സിയോനിൽ വിലപിക്കുന്നവരെ കുറിച്ചാണ്. അവരുടെ പ്രത്യേകത എന്താണ്? കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് അവർ വിളിക്കപ്പെടാനും. നോക്കിയേ, അങ്ങനെ നിലവിളിച്ചാൽ ദൈവം നിന്നെ എന്താ വിളിക്കുന്നത്? നീ ആരാണ്? നീ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരമായിട്ട് നിന്നെ കർത്താവ് മാറ്റുകയാണ്. വീണ്ടും അടുത്തത്, അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി ദൈവം എന്തൊക്കെ ചെയ്യും? അവർക്ക് വെണ്ണീരിന് പകരം പുഷ്പമാലയും, വിലാപത്തിന് പകരം ആനന്ദത്തിന്റെ തൈലവും. അപ്പൊ നമ്മളിങ്ങനെ നിലവിളിച്ച് ദൈവസഭയിൽ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളാണെന്ന് പറഞ്ഞത്. ദൈവം ഇപ്പൊ നമ്മുടെ നിലവിളിച്ച് നമ്മുടെ വെണ്ണീരൊക്കെ പോയിട്ട് നമ്മളെ ചാരൊക്കെ പൂശിരിക്കുകയായിരിക്കും, അങ്ങനെ അത്ര നമ്മൾ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും. ദൈവം ചെയ്യും? വെണ്ണീരിന് പകരം പുഷ്പമാലയം, വിലാപത്തിന് പകരം ആനന്ദത്തിന്റെ തൈലം, ദ ഓയിൽ ഓഫ് ഗ്ലാഡ്നസ് ദൈവം ഒഴിച്ചു തരും. വലിയ ആനന്ദമായിരിക്കും. ഒരിക്കൽ പുണ്യവതി 10-20 വർഷം പ്രാർത്ഥിച്ചതിന് ശേഷം തോറ്റി ഈ ആനന്ദത്തെ ദൈവം ഒഴിച്ചു കൊടുത്തു. കഴിഞ്ഞ എല്ലാ ദുഃഖങ്ങൾ മറന്നു. കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ അമ്മ കഴിഞ്ഞ വേദനകൾ മറക്കുന്നത് പോലെ ദൈവം അഭിഷേകം ചെയ്യാണ്. 3, അവിടുന്ന് തളർന്ന മനസ്സിന് പകരം. അപ്പൊ നമുക്ക് പക്ഷെ തളർന്നു പോകും. ചിലപ്പോൾ നമ്മുടെ രോഗങ്ങൾ, ചിലപ്പോൾ നമ്മുടെ കഷ്ടപ്പാടുകളും ദാമ്പത്യ തകർച്ച നോക്കുമ്പോൾ എനിക്കറിയാം ഈ സമൂഹത്തിൽ കുറച്ചുപേര് ഫാമിലി തകർച്ച. നിങ്ങൾ കുഴപ്പമില്ല, വിശ്വാസത്തെ പിടിച്ചു കാരണം വന്നിട്ടുള്ളവർക്ക് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തളർന്ന മനസ്സായിരിക്കും. ഈ തളർന്ന മനസ്സിലേക്ക് ദൈവം സ്തുതിയുടെ മേലത്തെ അയക്കും. എപ്പോഴാണ്? വിലപിച്ചങ്ങനെ പ്രാർത്ഥിക്കണം. വിലപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ വിലപിച്ച് പ്രാർത്ഥിക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങളാണ് 4-ാമത്തെ വാക്യം. 1, അവരെന്ത് ചെയ്യും? പണ്ടു നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും. കുടുംബ ബന്ധങ്ങൾ വീണ്ടും നിർമ്മിക്കും. എനിക്കറിയാം, ഞാൻ കോയമ്പത്തൂർ ശുശ്രൂഷ ചെയ്യുമ്പോൾ അനു എന്ന് പറയുന്ന പെൺകുട്ടി, ഒറ്റ പെൺകുട്ടി, അവൾ നല്ല കൃപയിൽ യേശുവിനെ അറിഞ്ഞ് പ്രാർത്ഥനയും വിലാപമൊക്കെ പഠിച്ചതിനെ പ്രത്യേകത അവളുടെ കുടുംബത്തിലും സ്വന്തത്തിലുള്ള അനേകം കുടുംബങ്ങളെ അവൾ യേശുവിലേക്ക് കൊണ്ടുവന്നു. അത് 12 വയസ്സ് പ്രായമുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോവാണ്. ഓരോ ദിവസം ക്ലാസ് കഴിയുമ്പോൾ അവിടെ ചില ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകും, അല്ലെങ്കിൽ കസിൻസിൻ്റെ അടുത്ത് പോകും. അവരുടെ യേശുവിനെ കുറിച്ച് പറയും, വന്ന് സീനിലേക്ക് വിടും. ശരിക്കും അവർ വർക്ക് ചെയ്തിട്ട് കർത്താവിനെ അങ്ങോട്ട് കൊടുത്തോളാം. എന്ത് ചെയ്തു? അതാണ് പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും. പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും. നശിപ്പിക്കപ്പെട്ടവ നഗരങ്ങൾ പുനരുദ്ധരിക്കും. തലമുറകളായുള്ള വിനാശങ്ങൾ അവർ പരിഹരിക്കും. ആര്? വിലപിക്കുന്നവരെ അവർ പരിഹരിക്കും. കുടുംബത്തിലുള്ള പല കാര്യങ്ങളും നീ പരിഹരിക്കും. ഒരുപക്ഷെ ഒരുപാട് വർഷങ്ങൾ എൻ്റെ കുടുംബത്തിൽ ചില തകർച്ചയായിരിക്കും. വിലപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിഹരിക്കാനുള്ള വലിയ അഭിഷേകം ദൈവത്തിന്റെ ആത്മാവ് തരുമെന്ന കാര്യത്തിന് സംശയമില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി.